പഠിച്ചവരല്ലാത്ത ഇങ്ങനത്തെ പരിപാടി. ഇവനെ ഞാൻ ഹോസ്റ്റേജ് ആക്കി വെച്ചിട്ടുണ്ട് നോക്ക്. ആ കൊള്ളാം. ഇതൊക്കെ എന്നെ തന്നെ വേണോടാ. ഞാൻ നിന്നെ വിശ്വസിച്ചു. എന്നിട്ട് നീ എന്നെ പണിയാൻ വേണ്ടിട്ട് നോക്കാല്ലേ, എന്റെ അടുത്ത് പൈസ അടിക്കാൻ വേണ്ടിട്ട്. ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം പോയി ടൈക്കോ. നീ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. ഈ പാവല്ല ടൈക്കോ അല്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇവനെ എന്റെ നിരപരായത്തെ തെളിയിക്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടാളും കൂടെ ഒത്തു കളി. കൊള്ളാം. ഇവനെ പിടിച്ചു വെച്ചേക്കണ നോക്ക്. പിടിച്ചു വെച്ചേക്കണം. പിടിച്ചു വെച്ച് ഞാൻ വിശ്വസിച്ച് ഒരു കണ്ണ് പോലും കൈമില്ല. എന്താ സാറേ എന്നെ വിടാൻ പറ സാറേ ഇവന്റെ അടുത്ത്. സ്കാമർ നിങ്ങൾ ഇനി രണ്ടല്ല. എന്താണ് എന്റെ പുറകിൽ തട്ടുന്നുണ്ടല്ലോ എന്റെ ബാക്കില്. അങ്ങനെ തട്ടാൻ സാധ്യതയില്ല. പോലീസ് സ്റ്റേഷൻ എവിടെയാടൂടെ? പോലീസ് സ്റ്റേഷൻ എനിക്ക് അറിയില്ലടാ. പോലീസ് സ്റ്റേഷനെ വിളിച്ചു വെച്ചോക്കെ. ആരെയിലൊക്കെ വിളിച്ച് പോയാലോ? എവിടെ ഞാനതാ പോലീസ് സ്റ്റേഷൻ പൊക്കോണ്ട് അപ്പുകൂട്ട. എപ്പോ എത്തും നിങ്ങള്? പോലീസ് സ്റ്റേഷൻ എത്തിയോ? ഞാനിവിടെ എന്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയൊക്കെ ഏതോ പേട്ട് കളവന്റെ കാരണത്താൽ അതൊക്കെ പോയി. എന്നാ പിന്നെ അപ്പുകൂട്ട ലൊക്കേഷൻ നയിക്കും. ഞാനിവിടെ പോലീസ് സ്റ്റേഷൻ തപ്പി നടന്നോണ്ടിരിക്കുക. പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ പറഞ്ഞു. ഇത്ര നേരം പുറപ്പെട്ടിട്ടില്ലല്ലേ? സത്യമായിട്ട് കത്തിപ്പോയതാ സാറേ. സോറി. പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ പറഞ്ഞു തരുമോ സാറേ? അയ്യോ സാറേ തട്ടിക്കൊണ്ടെന്ന സാറേ. ഇവൻ പറഞ്ഞു ഇവൻ പോലീസ് സ്റ്റേഷൻ ബോംബ് വെക്കുന്നവർ തട്ടിക്കൊണ്ടെന്ന്. ഈ കറുത്ത മാസ്ക് സാർ എന്നെ രക്ഷിക്കണം. വീഡിയോ പ്രൂഫ് എല്ലാം ഉണ്ട് സാറേ. ഇവന്മാര് പോലീസ് സ്റ്റേഷനിലെ ബോംബ് വെക്കുന്ന പറഞ്ഞു. എനിക്കറിയില്ല സാറേ, ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് സാറേ. നമുക്ക് ഇതൊന്ന് മാസ്ക് ഒന്ന് സാറേ മാസ്ക് മാറ്റാൻ പറ. മാസ്ക് ഒന്ന് മാറ്റണം. സാറേ പീഡിനെ വിളിക്കും സാർ. നമ്മളെല്ലാം ബോംബിട്ട് പൊട്ടിക്കും, പോലീസ് സ്റ്റേഷനിലെ ബോംബ് ഇടുന്നൊക്കെ പറഞ്ഞിട്ടാവും വന്ന്. സാറേ എന്നെ കൊന്ന ഫോട്ടോ ഡ്യൂഡിന്റെ ഉണ്ട് സാറേ. ഇവിടെ കാണിച്ചു കൊടുക്കും. സാറേ എവിഡൻസ് എവിടെ തരണ്ടേ? എവിഡൻസ് ആർക്കാ തരണ്ടേ സാർ? എവിഡൻസ് എന്റെ അടുത്തുണ്ട്. വീഡിയോ ഉണ്ട് സാറേ. വിളിക്കും സാർ, പീഡിനെ വിളിക്കും. എന്നൊക്കെ എന്നുള്ള പണി തരടാ ടെർമിനേറ്റർ. നിനക്കുള്ളത് അവൻ എന്തിനോ വെറുതെ സാറേ നിങ്ങളുടെ ആരുടെങ്കിലും ഒരാളുടെ നമ്പർ തന്നാൽ ഞാൻ എവിഡൻസ് ഡ്രോപ്പ് ചെയ്ത് തരാം. സാർ എന്റെ അടുത്തുണ്ട് ഫോട്ടോ. ഓക്കെ പീഡി വരട്ടെ. ഓക്കെ സാർ പീഡി വരട്ടെ. സാർ ഒരു കോള് വരുന്നു, ഞാൻ എടുത്തോട്ടെ? ഇല്ല പറ്റില്ല സാർ. എല്ലാരും ഫോളോ അടിക്കും. റോട്ട് 1K. സാറേ ഈ പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളി ഒരു ടെർമിനേറ്റർ ആണ്. ഒരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും പോയി കൊല്ലുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഗണ്ണേം ചെയ്തിട്ട് നിങ്ങൾ വണ്ടി കയറി 5 പേരെ ഓൾറെഡി 5 പേരെ കൊന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഗണ്ണേം ചെയ്തിട്ട് വണ്ടി കയറി ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിച്ച് ഞങ്ങളെ വണ്ടി കയറ്റി. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോയിരുന്നു. അപ്പോൾ ഒരു കണക്കിനാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് വളച്ചിങ്ങോട്ട് കുത്തി കയറ്റിയത്. എന്തുണ്ടോന്ന് സാർ? ബോംബ് വെച്ചതിനല്ല വെക്കുന്നു പറഞ്ഞതിന്റെ അതിന്റെ കൊടുത്ത് കാണിച്ച് റെക്കോർഡ്. അല്ല സാർ ഒന്നും വേണ്ട സാറേ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ വണ്ടി ഇങ്ങോട്ട് ഇടിച്ചു കയറ്റാണോ ചെയ്തത്? ഞാനാണ് ഓടിച്ച വണ്ടി. നിങ്ങളാണ് വണ്ടി ഓടിച്ചത്. നിങ്ങൾ വണ്ടി ഓടിച്ച സമയത്ത് നമ്മളെ ജീവനില് കൊതിയുള്ളതുകൊണ്ട് സ്റ്റിയറിംഗ് വളച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി പോയത്. ടൈക്കോ എന്നെ ഹോസ്റ്റേജ് ആക്കി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ ഞാൻ വണ്ടി ഓടിച്ചത്. എന്താണ്ടായത്? ഞാൻ പറഞ്ഞാണോ പുള്ളി പറയണോ? ശരി ടൈക്കോ നീ പറഞ്ഞേ. അയ്യോ ഞാൻ സ്ഥലം വരെ ടൈക്കോനെ തലക്കിട്ടടിച്ച് താഴ്ത്തി എടുത്ത് ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാറേ ഇവന്റെ ബുദ്ധി പോയെന്ന് തോന്നുന്നു സാറേ. ഇവന്റെ ഓർമ്മ പോയെന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോ ഇട്ടും സാറേ. സാറിന്റെ ആ ഫോട്ടോ ഡ്രോപ്പ് ചെയ്തോട്ടെ എന്നാ താഴത്തോട്ട്. അത് കുഴപ്പമുണ്ടോ? കംപ്ലൈന്റ് ഉണ്ടോടാ? കംപ്ലൈന്റ് ഉണ്ടോ? ആർക്ക്? കംപ്ലൈന്റ് എടുക്കണം സാർ. ഇങ്ങനത്തെ ടെർമിനേറ്ററിനൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇപ്പൊ നിങ്ങൾ ലീവ് ചെയ്തോന്ന് അറിയാതെ നമ്മളെ വന്ന് കൊന്ന എന്ത് ചെയ്യും സാർ? കൊന്നു കഴിഞ്ഞിട്ട് എന്ത് കംപ്ലൈന്റ് സാർ?
നിങ്ങൾ ഈ വണ്ടി മാറ്റിയിട്ടിട്ട് അകത്തോട്ട് വരിക കേട്ടോ. ആ ഓക്കെ ഓക്കെ സാർ. അപ്പൊ കള്ളനെ വെറുതെ വിട്ടല്ലേ? പുള്ളിയുടെ അടുത്ത് വണ്ടി മാറ്റിയിട്ടിട്ട് പോകാൻ പറയോ സാറേ? എവിഡൻസ് ഉണ്ടല്ലോ, ഈ വണ്ടി മാറ്റി വിടുന്നുണ്ട്. അല്ല സാർ, വണ്ടി കള്ളന്റെ വണ്ടിയാ, നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്നത്? വേറെ ആരെയും ഇങ്ങോട്ട് മാറ്റിക്കോ സാറേ, പേടിയാ സാറേ. മാർഷൽസ് അവരൊന്ന് നമ്മളെ ഷെല്ലിട്ട് വിട്ടാല് ഇത് നമ്മളെ വിൽക്കാൻ കൊണ്ടുപോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നു. എനിക്ക് ഇവിടുത്തെ നീതി ന്യായത്തിനോടൊന്നും ഒരു വിശ്വാസമില്ല. ഇവിടെ ഉള്ളവരെല്ലാം കള്ളന്മാരാ. അല്ലെങ്കിൽ ആ കള്ളനെ കയ്യോടെ വിടുവോ? അതെ, വെറുതെ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എല്ലാം പറഞ്ഞിട്ട് അയാളെ വെറുതെ എന്നിട്ടും വെറുതെ വിട്ട്. അതെ, വളരെ മോശം, വളരെ മോശം. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഞാനൊന്ന് ഇലക്ഷനിൽ ജയിച്ചോട്ടെ. തിരിച്ചു വന്നു. ഞാനതേ വീഡിയോ കണ്ടു നോക്കട്ടെ. ഇതിലുണ്ടോ നോക്കി എടുത്തല്. കംപ്ലൈന്റ് ഇല്ലാന്ന് തന്നെ പറയണം കേട്ടോ. ദേ സാറേ, നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് ഇല്ലാന്ന് പറയണോന്ന് സാറേ. മാസ്ക് ഒന്ന് മാറ്റണം സാറേ. മാറ്റി സാർ. സാർ അവന്മാരെ പുറത്ത് അസംബ്ലി ചെയ്തിട്ടുണ്ട്. ഇവരെ പിന്നെ പിടിച്ചോണ്ടോ? അങ്ങോട്ട് നടക്ക് സാറേ, നടക്ക് സാർ, അങ്ങോട്ട് നടക്ക് സാറേ. ഇങ്ങോട്ട് നമ്മൾ നടക്കണോ സാറേ? സാർ എങ്ങോട്ടാ പോണ്ടത്? ഇതിലെ കൂടെ നേരെ അവര് പോയി. നമ്മള് പ്രതിയായിരുന്നു. ഇല്ല, പേടിക്കണ്ട. നിങ്ങളുടെ അടുത്ത് PO ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പൊ എല്ലാരും ഒന്ന് കസ്റ്റഡി വെക്കുന്നത്. ഇതെന്താ സാറേ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത്? അവിടെ പഠിക്കലൊരു ബാഗ് ഇരിക്കുന്നത് കണ്ടാ? അത് ആമസോണിന്റെ ഡെലിവറി ആയിരിക്കണം. ബോംബൊന്നും അല്ലായിരിക്കുമല്ലോ അല്ലേ? അറിയില്ല, ചിലപ്പോ ബോംബായിരിക്കും. ഇപ്പൊ തന്നെ കേട്ടുള്ളേ. അതാ എനിക്ക് പേടിയുണ്ട്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറിട്ട് അവസാനം വെച്ചിട്ട് പോകുന്ന ബോംബാണെങ്കിൽ ഇനി ഒരു ഐഡിയ ഇല്ല. ഇവനില് കുത്തിയുണ്ട്. ഇത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചായ കുടിക്കാനാ പോകുന്നത് സാർ? താഴ്ത്തോട്ടേരാ. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടെ. ആ ഓക്കെ ഓക്കെ സാർ. കൈ പൊക്കണമെന്നുണ്ടോ? നമ്മൾ പ്രതികളല്ലല്ലോ. ഇല്ലല്ല, എന്നാലും ബസ് കിട്ടും. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇതെന്താ ജയിലോ? വാതിൽ പറഞ്ഞു. സാറേ കയറണേ, സാർ ഒന്ന് കയറണേ. സാർ നമ്മളെ ജയിലിടാനാണോ? സാർ ഇതിലൊന്ന് കേറ് സാറേ, സാർ നമ്മളെ ജയിലിട്ടാണോ? തൽക്കാലത്തേക്ക് നമ്മൾ കയ്യിൽ വെക്കുന്നതേ ഉള്ളൂ. ലോക്കാണ് സാറേ. സാർ വാ, കേറിക്കോ സാർ, കേറിക്കോ. ലോക്കാണ് സാറേ, ലോക്ക. അടിച്ചു അണ്ടി അടിച്ചു. ഏത് നേരത്താണോ ദൈവമേ ഇവനെല്ലാം പറയാൻ തോന്നിയത്? പണ്ടാറ് അവസാനം പിടിച്ച് ജയിലിട്ട് തന്നെ. നന്നായിട്ട് ഇവിടെ റോട്ടില് ചത്തിടൊക്കെ ഉണ്ടായിരുന്നെ. എങ്ങനെയുണ്ട് മക്കളെ? നല്ല സ്ഥലമല്ലേ? നിന്നെ ഞാൻ കൊല്ലോടാ ആദ്യം. ഞാനാണോ എന്നെ ഹോസ്റ്റേജ് ആക്കി? അയ്യോ, ഇപ്പൊ ഒന്നും മിണ്ടിക്കൂടാ. സാറേ ഫുഡും വെള്ളവും കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. സരോജ് POV ഉണ്ടല്ലോ, ബോഡി ക്യാം ഉണ്ടല്ലോ. എന്തായിരുന്നു സിറ്റുവേഷൻ? സാറേ ഇവര് നേരെ നമ്മളെ DOJ ഓഫീസ് അങ്ങോട്ട് കേറി വന്നിട്ട് എന്നെ ഇടിച്ച് അങ്ങോട്ട് ഇട്ടായിരുന്നു സാറേ. ബാക്കി അതുപോലെ തന്നെ ഇവന്മാര് പറയുന്നത് ഇവന്മാരെ തട്ടിക്കൊണ്ട് വന്നാണ് ഇവന്മാര് പറയുന്നത്. ഇവന്മാർ അതിനുള്ള ഇവിടെ ഒറ്റൊരാള് ഈ 3 പേരെ തട്ടിക്കൊണ്ടുവന്നോ? അതെ സാറേ. അവനെന്തോ ബോംബറാണ്, കില്ലറാണ്. വീഡിയോ ഉണ്ട് സാറേ കയ്യില്. അല്ല സാർ, അത് സംഭവം എന്ന് പറഞ്ഞാല് പുള്ളി നമ്മുടെ അടുത്ത് വണ്ടി കയറാൻ പറഞ്ഞു. ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വണ്ടി നിർത്തുന്നില്ല. പുള്ളി എന്ത് പറഞ്ഞിട്ട് വണ്ടി നിർത്തില്ല. വണ്ടിക്കകത്ത് ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ചാടാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ ബോംബ് പൊട്ടിക്കും, നിങ്ങൾ ചാവുന്നെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സാറേ ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ പീഡിയിലോട്ടുള്ള ലൊക്കേഷൻ ചോദിച്ചത് സാറേ. അതെ അതെ. പിന്നെ വണ്ടി കൊണ്ടുവന്നതും അങ്ങനെയാണ് സാറേ. പുള്ളി വണ്ടി നിർത്താത്തതുകൊണ്ട് നമ്മളെല്ലാരും കൂടെ വണ്ടി സ്റ്റിയറിംഗ് എല്ലാം പിടിച്ച് തിരിച്ചിട്ടാണ് ഇങ്ങോട്ട് കുത്തി കയറ്റിയത്. ഹലോ സാർ, എന്താ പേരെന്താ? സാറേ നിങ്ങളുടെ ആരെങ്കിലും നമ്പർ തന്നാ ഞാൻ വീഡിയോ അയച്ചുതരാം സാറേ. ഇയാള് കില്ലറാണെന്നൊക്കെ തങ്കൻ. ഇവരെ എങ്ങനെ പരിചയം?
സാർ എനിക്ക് ഇവരെ പരിചയമില്ല, ടൈക്കോനെ മാത്രമേ പരിചയമുള്ളൂ. എനിക്ക് ഇവരെ മറ്റേ മുതുക്കി വെച്ച് പരിചയപ്പെട്ടതാ. മറ്റവരെ 3 പേരും 3 പേരെ അല്ല, ഡൂഡിനെ മാത്രം. ഡൂഡിന് ലിയോ എന്ന് പറഞ്ഞ ഒരുത്തന്. ടൈക്കോനെ എനിക്ക് ടൈക്കോ എന്ന് പറഞ്ഞ എനിക്ക് നേരത്തെ മുതൽ അറിയാം സാർ. നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എന്നിട്ട് എന്നെ ടൈക്കോയാണ് കൈ പൊക്കിയേക്കുന്നത്. എനിക്ക് കാണത്തില്ല സാർ. എങ്ങനെ അറിയാം ടൈക്കോനെ? ടൈക്കോനെ എനിക്ക് കുറച്ച് നാളുകളായിട്ടായിരുന്നു സാർ. നമ്മള് ഇങ്ങനെ മുതുക്കി വെച്ച് കണ്ടുപിടുത്തതാ, കണ്ടുമുട്ടിയതാ. എന്നിട്ട് എന്നെ കൊന്നു സാറേ. സാർ അത് അറിയാതെ നമ്മൾ കൈയടപ്പത്തം പോയി പറ്റിയ സാർ, അറിഞ്ഞോണ്ടല്ല. എന്നിട്ട് കൊന്നിട്ട് അയാളുടെ എങ്ങനെ ഫോട്ടോ കൊന്നു? കൊന്നിട്ട് ഫോട്ടോ താണ്ട് സാർ നമ്മള് മറ്റേ ഇങ്ങനെ മറ്റേ അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, മറ്റേ കൈ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മറ്റേ പല്ലുവേദനയുള്ളതുകൊണ്ട് അവിടെ ഉണ്ട കിടക്കുന്നുണ്ട് ഇപ്പോഴും. അല്ല സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഉണ്ടല്ല സാർ, നിങ്ങൾ കത്തിയായിരുന്നു. എന്തായാലും പീഡിക്ക് പരാതി ചെയ്തല്ലേ? അതെ സാർ അതെ, പുള്ളിനെ കൊന്നതാണെങ്കിൽ പുള്ളി ഇവിടെ ഇങ്ങനെ നിക്കില്ലല്ലോ. പുള്ളിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ നിക്കൂലല്ലോ സാർ. ഇവര് തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവര് ഫോട്ടോ അയച്ചിട്ട് എന്റെ അടുത്ത് സാറേ ഞാൻ അറിയാതെ പറ്റിയോണ്ട് മറ്റേ ഡോക്ടറിനെ വിളിച്ചെന്റെ കോൾ റെക്കോർഡിംഗ് ഉണ്ട് സാർ. അല്ല ഞാൻ ഡോക്ടറിനെ വിളിച്ചായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോണ്ട്. പറ്റുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഫോട്ടോ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇയാളെ തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് 7 കോടി ചോദിക്കേണ്ട ആവശ്യം എന്താ? അതിനുള്ള പ്രൂഫ് എന്റെ അടുത്തുണ്ടല്ലോ സാറേ. കള്ളം പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. കള്ളം പറയല്ലോ സാർ. ഫോട്ടോ ഞാൻ ഇപ്പൊ തരണോ? ഈ പുള്ളിക്കാരൻ എനിക്ക് അയച്ചെന്ന ഫോട്ടോ ഞാൻ ഇപ്പൊ ഡ്രോപ്പ് ചെയ്ത് തരാം. കാസ്പർ സാറേ, സാർ ഇവരുടെ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ട് ഇവര് പറയുന്ന സിറ്റുവേഷൻ ബേസിൽ ഒരു പെറ്റീഷൻ എഴുതാ. പി.ഡി ആക്റ്റീവ് ആകുമ്പോൾ പി.ഡിയിൽ കൊടുക്കാം. അപ്പം എന്നിട്ട് പി.ഡി ആക്റ്റീവ് ആവുന്ന സമയത്ത് സമൻസ് ഇടാൻ പറയാ. ഇവർക്ക് പി.ഡിയിൽ അറ്റൻഡ് ചെയ്യാൻ പറയാ. അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാറന്റ് ഇഷ്യൂ കൊടുക്കാം. ഇതിപ്പോ അവരെ കംപ്ലൈന്റ് നമ്മൾ വാങ്ങണോ? കംപ്ലൈന്റ് ഇതിനകത്ത് ആർക്കോ കംപ്ലൈന്റ് ഉണ്ട് എന്നല്ലേ പറഞ്ഞു? അതാ ഞാൻ ചോദിച്ചേ. കംപ്ലൈന്റ് ഉണ്ടല്ലോ അവർക്ക് ഓൾറെഡി. ആർക്കോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ? നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് 3 പേർക്കല്ലേ? അതെ അതെ, നമ്മൾ 3 പേരും ചേർന്ന് complaint. സാറേ. എന്തായാലും അവരുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ, ഒരു പെറ്റീഷൻ ആയിട്ട് എഴുതി വാങ്ങിച്ചിട്ട് പീഡിയിൽ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കും. സാറിന് ഈ ഇവര് കൊടുക്കുന്ന കംപ്ലൈന്റില് അല്ലല്ല സാർ എഴുതണ്ട, അവർ തന്നെ എഴുതിയിട്ട് തരാൻ പറഞ്ഞു. അല്ല അവരെഴുതിക്കോട്ടെ. നിങ്ങളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് T/documents ന്യൂ സാറിന് ഡോക്യുമെന്റ്സ് ഇവര് പറയുന്ന കാര്യങ്ങളിൽ കൗണ്ടർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ ഇവരെഴുതും. നമ്മൾ 3 ആൾ എഴുതണ്ടല്ലോ, ഒരാൾ എഴുതിയാ പോരെ? രജിസ്ട്രാർ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, 2 പേരും. എങ്ങനെയാ സാറേ പെറ്റീഷൻ എഴുതുന്നേ? ഓക്കെ 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 3 പേരെ പേര് വെച്ചിട്ട് വേണം ഡോക്യുമെന്റില് ഓക്കെ 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 ഓക്കെ. ഇഷ്യൂ ഡോക്യുമെന്റ് നീ എഴുതിക്കോ. ന്യൂ സിറ്റിസൺ കോൺട്രാക്ട് ഓക്കെ. അതിനകത്ത് പെറ്റീഷൻ എഴുതി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേ? ടെർമിനേറ്റർ ആണത്ര, ടെർമിനേറ്റർ. ഇതിനുള്ള പണിയെല്ലാം കൊടുക്കണം. ഹലോ, ഡോക്യുമെന്റ്സില് ഡോക്യുമെന്റ്സ് എടുക്കുക. 1K ഫോളോസ് അടിച്ചാ നമ്മള് ഡോക്യുമെന്റ്സ് എടുത്തു. അതിനകത്ത് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സിൽ ലെഫ്റ്റ് സൈഡിൽ ഇഷ്യൂ ഡോക്യുമെന്റ്സ് ഇല്ലേ, 1K അടിച്ചോ ബോയ്സ്. അതിനകത്ത് അതെടുക്കുമ്പോ താഴെ ന്യൂ കോൺട്രാക്ട് സിറ്റിസൺ ന്യൂ സിറ്റിസൺ കോൺട്രാക്ട് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ലൈവുള്ള കാര്യം പെറ്റീഷൻ എഴുതാ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യുക എല്ലായിടത്തേക്കും. എർഗേമർ ഈസ് ബാക്ക് എന്നുള്ളതെല്ലാവരും അറിയട്ടെ. കളിക്കുന്നുണ്ടെന്നുള്ളതെല്ലാവരും അറിയട്ടെ. ഇതിന്റെ ബേസിൽ നിങ്ങളെ പീഡിയിലോട്ട് വിളിപ്പിക്കുമ്പോ ഒരു ഓഫീസറിനെ അസൈൻ ചെയ്ത് തരും. ആ അസൈൻഡ് ഓഫീസറിന്റെ കയ്യിലും ഈ സെയിം പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഒരു മിനിറ്റ്, വെബ്കാം എന്തെങ്കിലും ഇരുണ്ടിരിക്കുന്നത് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി ഇതായില്ലേ? ഇതെന്താ ഇരുട്ട്? സാർ ഇതെന്താ കറണ്ട് പോയത്? സാറേ എനിക്ക് ഇരുട്ട് പേടിയാ സാറേ. വരും സാറേ എനിക്ക് നൈറ്റോഫോബിയ ഉണ്ട്. നൈറ്റോഫോബിയ സാർ.
എനിക്ക് പേടിയില്ല സാർ. എനിക്ക് നൈറ്റോഫോബിയ ഉണ്ട് സാർ. സാറേ അത് കാര്യമുള്ള സീരിയസ് ഇഷ്യൂ ആണ്. എനിക്ക് നൈറ്റോഫോബിയ ഉണ്ട്, നോക്ടണൽ ഫോബിയ. എനിക്ക് ഇരുട്ട് പേടിയാണ് സാർ. ലൈറ്റ് എങ്ങനെ സാർ ഓണാക്കും കുറച്ച് സാർ? ബാക്കോട്ട് ഇരുന്ന് അടിച്ചാൽ മതി സാറേ. എനിക്ക് ഫ്ലാഷ് ലൈറ്റ് എങ്കിലും വേണം സാർ. സാർ ഒന്ന് എന്റെ light മുഖത്തോടേക്ക് ഓണാക്ക് സാർ. ഫ്ലാഷ് ലൈറ്റ് അടിക്കൂ സാർ പ്ലീസ്. എടാ അവന്റെ മുഖത്തോട്ട് അടിച്ചു കൊടുത്തടാ. ഡ്യൂടെ ആ? എന്റെ കണ്ണും നോക്കി എനിക്ക് എനിക്ക് കണ്ണില്ല. നോക്ടണൽ ഫോബിയ ഉണ്ട്. കംപ്ലൈന്റ് കൊടുക്കണം വേണ്ട, കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആളല്ലേ. എത്രയും പെട്ടെന്ന് പോകും കേട്ടോ. നിങ്ങള് എന്റെ കണ്ണ് പോയി. എത്ര ലേറ്റ് സാറേ ആക്കുന്നോ അത്രയും അതാ നിങ്ങള് ഡോക്യുമെന്റ് എഴുതി എടാ, എഴുതടാ, എടാ, ലിയോ, കഥ എഴുതി കൊടുക്ക്. നിങ്ങൾക്ക് പോവാം. ആ ഞാൻ എഴുതിക്കൊണ്ടിരിക്കാം സാർ. എഴുതിക്കൊണ്ടിരിക്കുക സാർ. 1 മിനിറ്റ് ഇപ്പൊ തരും. ആ വേഗം എഴുത്, വേഗം എഴുത്. തൽക്കാലോട് ഇരിക്കട്ടെ. ഇവന്മാരൊന്ന് വെറുപ്പിക്കണം. മൂന്നനുണ്ണി അവിടെ നൈസിനെ പാല് കഴിച്ചിട്ട് ഇവിടെ നപ്പിടുന്ന പോലെ ഇങ്ങനെ മൂന്നനുണ്ണി. രണ്ട് വിടവിടില്ല. അവന്മാരെന്നിട്ട് അതിന് എന്നെ പിടിച്ച് ജയിലിടും. അതാണ് വിനയചന്ദ്രൻ ഇവരുടെ എല്ലാവരുടെയും പേര് എഴുതി വാങ്ങിച്ചോണ്. ഗൈസ്, അപ്പോഴേ നമ്മുടെ പോയിന്റ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് അവരുടെ പെറ്റീഷൻ എഴുതട്ടെ. പെറ്റീഷൻ എഴുതിട്ട് പേര് തങ്കൻ, ഈർക്കിലി തങ്കൻ. ഈർക്കിലി തങ്കൻ. ബ്ലാക്ക് സെയിൽ ഫോർ കണക്ട് എന്താണ്? ഹലോ ആ അപ്പുക്കുട്ടാ, ഞാനേ ജയിലില്ല, ഞാൻ പിന്നെ വിളിക്കാം. ജയിലില്ല. ഇവിടെ ഫോൺ വിളിച്ചോടാ, ഇവിടെ ബാൻ ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാം. ഇത് അങ്ങനെ ഫോൺ ഉപയോഗിക്കല്ലേ? ഫോൺ ഉപയോഗിച്ച ബാനാ. ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഡിയോജിൽ എന്ത് ഡയറക്റ്റ് ആയിട്ട് ഡിയോജിൽ എന്ത് കേസ് വന്നാലും ഇതേപോലെ പെറ്റീഷൻ എഴുതി വാങ്ങിക്കുക. എന്നിട്ട് പി ഡി വരുമ്പോ പി ഡിനെ അറിയിച്ചിട്ട് അവരെ സമൻസ് വിളിച്ച് എന്തായാലും കേസ് എഴുതി വാങ്ങിച്ച കാര്യം പാടില്ല. സോ സമൻസ് വിളിപ്പിച്ചിട്ട് അവരുടെ അടുത്തോട്ട് വരുന്ന കേസ് കൈ വെച്ചാൽ മതി. രജിസ്റ്ററാണ്ട് അത് കൊടുക്കുക. ഓക്കെ, ആർക്കാ കൊടുക്കണ്ടേ? അയ്യോ കളയല്ല. അതെ ഇപ്പൊ കാണുന്നുണ്ടാ? അത് സാറേ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കോ? നോക്കോ ഞാൻ അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സാറേ. അത് നീ മൂന്നനുണ്ണി അല്ല ഉണ്ണിമൂന്നനാ. വിനയചന്ദ്ര രജിസ്ട്രാർ വാങ്ങിക്കട്ടെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സാറേ? നേരത്തെ തന്നെ ഒരു ഫേക്ക് പി ഡി പെണ്ണുമ്പോൾ എന്റെ പാന്റിന്റെ അകത്ത് കൈയിട്ട് തപ്പി നോക്കിയ കേസുണ്ട്. അത് ഇതേപോലെ ഡോക്യുമെന്റ് ഉണ്ടാക്കണോ? അത് നമുക്ക് റെഡിയാക്കാം. അത് നമുക്ക് ഈ കേസ് ഒന്ന് തീരുമാനമാക്കാം. സാറേ ഈ സാറൊന്ന് ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ? പോരെ. അപ്പം ഞാൻ പേര് എഴുതിയെടുക്കാൻ പറഞ്ഞെന്ന് പോരെ. പറഞ്ഞാൽ ഇനി പി ഡിയിൽ പോകുമ്പോ ഇന്ന ആൾക്കാരുടെ കേസ് ഹലോ ബ്രദർ, ഹലോ, മനസ്സിലായോ? അന്ന് എനിക്ക് അയച്ചു ചോദിക്കാൻ പറ്റും. എങ്ങനെ അയച്ചേരുന്നേ? നമ്മള് അത് ആ കണ്ണിന്റെ ചിഹ്നം കഴിഞ്ഞിട്ടുള്ള ഒരു കോപ്പി ഇല്ലേ? കോപ്പി കണ്ണിന്റെ ചിഹ്നം കഴിഞ്ഞിട്ട് ഒരു കോപ്പി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഫിനിഷ് ആയോ? പേര് ചോദിച്ചു വെക്കാൻ പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ റോബറി ചെയ്തിട്ടില്ല അല്ല ഗൈസ്. റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആളെ പറ്റിക്കുന്ന റോബറി ആയിട്ട് കൂട്ടോ? അടിച്ചു റീലോഡ് ആളെ പറ്റിക്കുന്ന റോബറി ആയിട്ട് കൂട്ടോ? പോയില്ലേ? ഇതില് ലിയോക്ക് മാത്രമാണ് കേസുള്ളത്. നിങ്ങൾ ലിയോൺ ഡൂഡും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇപ്പറോടെ പേര് അറിഞ്ഞൂടാ.
ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ? 3 പേർക്കും കൂടിയല്ലേ കേസ് വരുന്നത്? നിങ്ങൾ അപ്പൊ എനിക്ക് പുള്ളിക്ക് കേസ് ഉണ്ടോന്ന് അറിഞ്ഞോട്. നമുക്ക് രണ്ടുപേർക്കും മെയിൻ ആയിട്ട് കേസ് ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ടുപേരെയും വെച്ചാ പോരെ? 3 പുള്ളി പേർക്കും കേസ് പുള്ളി വേറെ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ. അല്ല, പുള്ളി വേറെ എഴുതി അയച്ചോട്ടെ. എന്റെ കേസിൽ ഞാനും ഡൂഡുള്ളൂ. നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളൂ. പരിചയമില്ലാത്ത ഒരാളെ ഞാൻ കേസിൽ ചേർത്ത് എഴുതുന്നത് സേഫ് അല്ലല്ലോ സാറേ. എനിക്ക് ഡ്യൂഡിനെ അറിയാം. അതാണ് കണ്ട സുഹൃത്തെ. ആ 3 പേരും കൂടെ ഒന്ന് ഈ കേസ് ഒന്നും വേണ്ട, എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിത് എഡിറ്റ് ചെയ്ത് ടൈക്കോ എന്നുള്ള പേരും കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തിട്ട് അതുപോലെ പേര് എഴുതുമ്പോഴേ സുഹൃത്തെ, ഓരോ പേരും ഓരോ പേരും എടുത്ത് താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവ് ആവും. എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ സാറേ? അതൊന്നും കൂടെ ഒന്ന് വലിച്ചിട്ട് അതൊന്നും കൂടെ വ്യൂ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത് അടിക്കണം എന്നില്ല, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ 3 പേരെ പേരും കുറച്ച് സ്പേസ് ഇട്ട് അതായത് പേരാകുന്ന രീതിയിൽ വേണം. റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറ്റിക്കുന്ന റോബറി ആയിട്ട് കൂട്ടോ? പേരെന്താ നിന്റെ? സാറേ ഡോക്യുമെന്റ് ക്രിയേറ്റ് ആക്കി. ഇല്ല, ചെയ്തില്ല സാറേ. സാർ വക്കീൽ മറ്റേ ഡോക്യുമെന്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സാറേ കാണിക്കണം ഇപ്പം. ആളെ പറ്റിച്ചു, പക്ഷേ നോ ഫണ്ട് കിട്ടി, പക്ഷെ അല്ലാണ്ട് പൈസ ആയിട്ടൊന്നും കിട്ടിയില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കൺസിഡർഡ് ആസ് റോബറി. അപ്പോൾ നോ കൊടുക്കാം. കിട്ടിയ ഗൈസ്? എല്ലാവർക്കും പോയിന്റ്സ് കിട്ടിയോ? എല്ലാവരും ഹാപ്പി ആയോ? അത് സ്കാമിംഗ് അല്ലേ? അല്ല, അത് വ്യൂ അല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു കോപ്പി ആണെന്നില്ലേ ഡോക്യുമെന്റ്. കോപ്പി ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ വേണം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ? എന്നെ ജയിലിട്ടു. ഹലോ എടാ, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തില്ലേ? രജിസ്റ്റർ ചെയ്യാൻ അവര് വാങ്ങിച്ചിട്ടില്ല. കൊണ്ട് അതൊന്ന് ഉറക്കെ വായിച്ചു തരുമോ? കൊടുക്കണം. സാറ് വായിക്കുന്ന മുമ്പ് അവര് പെറ്റീഷൻ എഴുതി തന്നോ? ഞാൻ എഴുതി കഴിഞ്ഞു. അതൊന്ന് കളക്ട് ചെയ്തോ? ഇല്ല, അത് അവരെ കൊണ്ട് മാറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. മാറ്റി ചെയ്തു. വന്നാ ഞാൻ തരാ. സാറേ അവന്റെ പെറ്റീഷൻ മേടിച്ചു കഴിഞ്ഞിട്ട് എന്റെ പെറ്റീഷൻ ഉറക്കെ വായിക്കാവോ? സാറേ, ഞാനും എന്റെ ഫ്രണ്ട് വിച്ച് ഇസ് ടൈക്കോ, വൺ ഓഫ് ദ വിക്ടിം ഓഫ് ദിസ് കേസ്, അപ്പുറത്തെ സെല്ലുണ്ടായിരുന്നു. ഇപ്പം പോയെന്ന് തോന്നുന്നു. ഒരു മഞ്ഞ ഉടുപ്പിട്ടിട്ട്. അവിടെ ഉണ്ട്. ഞാനും എന്റെ ഫ്രണ്ടും അവന്റെ പേരിൽ ഒരു 100 CR വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ വണ്ടി കൊണ്ട് കറങ്ങി നടക്കുക. അത് കഴിഞ്ഞിട്ട് കോയി കഫേ. എന്താണ് പരിപാടി? അവന്റെ പേരിൽ എഴുതി വെച്ചു. ഞാൻ അവന് ഗിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ വണ്ടി ടെസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ നമ്മള് ഈർക്കിളി തങ്കൻ. ടൈക്കോ. ബോയ്സ് ഫൈനൽ എപ്പിസോഡ് 4DX ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി കൊണ്ടൊക്കെ പോയി കോയി കഫേ കയറി ഫുഡ്. ഞാൻ 20 ഫുഡ് മേടിച്ചു. 20 ഫുഡ് മേടിച്ചിട്ട് 10 അവനും 10 എനിക്കും. ഞാൻ ഫുഡിനെ കണക്ക് പറയാം. അങ്ങനെയാണ് നമുക്ക് കാണാം. ഇപ്പൊ തന്നെ മനസ്സിലാവും അവനെന്ത് ചീപ്പാണെന്ന്. നീ വേണ്ടല്ലേ? നീ ടൈക്കോക്ക് എന്ത് മേടിച്ചു കൊടുത്തടാ? കള്ള കേസ് കൊടുക്കാൻ വേണ്ടി കേസ് കൊടുക്ക സാർ. ഡെഫമേഷൻ ഓഫ് ദ ക്യാരക്ടർ ആൻഡ് ആൾക്കാരെ പ്രലോഭിപ്പിക്കുന്നതിന്റെ കേസും കൊടുക്കുക സാർ. എന്ത് ഡെഫമേഷൻ? 5 പേരെ തല്ലിക്കൊന്നു പറഞ്ഞ നിങ്ങളല്ലേ? പ്രേമിക്കല്ലേ സാർ? പ്രൊവോക്ക്. എന്ത് പ്രൊവോക്കേഷൻ? 5 പേരെ തച്ചു കൊന്നല്ലേ പറഞ്ഞ നിങ്ങള്? കൊന്നു പറഞ്ഞ വീഡിയോ ഉണ്ട് സാറേ. അവനെ പിന്നെ ചീപ്പ് എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുന്നത്? സാറേ
ആ സാർ നമ്മൾ ടീം അപ്പൊ കോയ് കഫേ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് വരുന്ന സമയത്ത് എക്സ്പ്ലോഷൻസ് കേട്ടു. അപ്പൊ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടി ആയിരിക്കില്ല എന്ന്. എത്തി നോക്കിയപ്പം അവിടെ നമ്മുടെ വണ്ടി കാണുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നമ്മളെ എന്നെയും ടൈക്കോനെയും കൂട്ടിക്കൊണ്ട് മുതുക്കിക്കൊണ്ട് ഇറക്കി, മുതുക്കിനെ റിപ്പയറിൽ കൊണ്ട് ഇറക്കി. ആ അതെ ഹെൽപ്പ് ചെയ്തു നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നമ്മുടെ വണ്ടി ആരോ എടുത്തോണ്ട് പോയി, അവിടെ ഇല്ലായിരുന്നു വണ്ടി. അത് കഴിഞ്ഞപ്പോ മുതുക്കി വെയിറ്റ് ചെയ്ത സമയത്താണ് മറ്റേ ഡൂഡിനെയും ലിയോനെയും കാണുന്നത്. അവിടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന പയ്യന്മാര്. അപ്പം അത് കണ്ടപ്പോ ഞാൻ വെറുതെ കള്ളം പറഞ്ഞു. ഞാനാണ് 5 പേര് തോന്നുന്നത് വെറുതെ തള്ളു കേസ് പറഞ്ഞു. ഞാൻ മറ്റേ അസാസിനേഷൻ ആണ്, മറ്റേ അസാസിൻ ആണ് ഞങ്ങൾ തള്ളു കേസ് വെറുതെ പറഞ്ഞു. അത് ഈ മണ്ടന്മാരെ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് സോറി സാർ, മറ്റേ മണ്ടന്മാരിനെ വിളിച്ചപ്പോ ശരി വന്നു. സോറി സാർ. നമുക്ക് ഈ പറഞ്ഞ ഡിഫോമേഷൻ ഒന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മറ്റേ ടൈക്കോ വന്നു. ടൈക്കോ വണ്ടി കൊണ്ട് വന്നപ്പോ വണ്ടി കേറി. എനിക്കും പറയാണ്ട് കുറച്ച് അപ്പൊ ടൈക്കോ വന്നപ്പോ ഞാൻ വണ്ടി കേറി കഴിഞ്ഞപ്പോ ടൈക്കോ പെട്ടെന്ന് കാണാനില്ല സാർ, പോയി. വണ്ടി മാത്രമുണ്ട്, ടൈക്കോ പോയി. അത് തെറ്റാണ്. കോടതിയുടെ മുന്നിൽ ഞാൻ സത്യം മാത്രം ബോധിപ്പിക്കൂ. ആ കാര്യം തെറ്റാണ് സാറേ. അത് കോടതി ആയില്ല, കോടതി മുകളിലാണ്. ഞാൻ ഇവിടെ നിർത്തി. അപ്രത്യക്ഷമായി. അന്നേരപ്പം ഞാൻ പറയാം സാർ. അന്നേരപ്പം സാർ എനിക്ക് ഇത് അച്ചടിച്ച് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മള് എന്താ പറയുന്നത്, അതിങ്ങനെ തന്നെ പറയും സാർ. പേടിക്കണ്ട സാർ, ഞാൻ സത്യസന്ധതയുള്ളവനാ. അപ്പം ആ വണ്ടി എന്താ പറയുന്നത്, മുതുക്ക് മറ്റേ റിപ്പയർ ഷോപ്പിൽ വെറുതെ കിടക്കുമല്ലേ. അപ്പൊ ഇതാ എടുത്തോണ്ട് പോകുന്ന തിരച്ചോണ്ട് ഞാൻ മറ്റേ അവന്റെ രണ്ടാമത്തെ വണ്ടി, മറ്റേ ഓഫ് റോഡ് പോകുന്നൊരു വണ്ടി, മറ്റേ 100 കോടിന്റെ അല്ല വേറെ വണ്ടി. അപ്പം ആ വണ്ടി മുതുക്കി വെറുതെ കിടക്കുവാണ്. അപ്പൊ ഞാൻ അത് ഫോട്ടോ ചെയ്തിട്ട് മുതുക്കി കൊണ്ടുപോയിട്ടു മുതുക്കിനെ ഗരാജിൽ. അപ്പം 120 സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് സാർ അവൻ അപ്രത്യക്ഷമായി പോയി. അതുകൊണ്ടാണ് ചുവന്ന കരങ്ങളോടെ കത്തിപ്പോയി. അപ്പം ആ വണ്ടി മുതുക്കിന്റെ ഗരാജിൽ കൊണ്ടിട്ടു. എന്നപ്പോ കുറച്ച് കഴിയുമ്പം അതും അപ്രത്യക്ഷമായി പോവുള്ളൂ. അപ്പം വണ്ടി കാണാതില്ലാതെ ആവൂലൂ, ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നന്മ പ്രവൃത്തി ചെയ്ത. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ നമ്മൾ സെയിം വണ്ടി കയറി നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. കറങ്ങി നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നിട്ട് ടൈക്കോ ആ വണ്ടി സെയിം വണ്ടി തന്നെ എടുത്തിട്ട്, ബിക്കോസ് മറ്റേ 100 കോടിന്റെ വണ്ടി കാണാനില്ല, അതുകൊണ്ട് സെയിം വണ്ടി എടുത്തിട്ട് ഞാനും ആ വണ്ടിന്റെ പാസഞ്ചർ സീറ്റ് ഇരുന്ന് അവൻ വണ്ടി ഓടിച്ച് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഓഫ് റോഡ് വണ്ടി. ആ ഓഫ് റോഡ് കറങ്ങി നടന്ന സമയത്ത് നമ്മൾ മൗണ്ട് സിയോൺ ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററിന്റെ അവിടെ എത്തി. അവിടെ എത്തി കഴിഞ്ഞ മൗണ്ട് സിയോൺ മെഡിക്കൽ സെന്റർ 7273 എന്ന് തോന്നുന്നു. 7273 കഥ പറയട്ടെ. ഗരാജ് ഉണ്ട് സാർ. മെഡിക്കൽ സെന്റർ തൊട്ട് ഫ്രണ്ട് ഒരു ഗരാജ് ഉണ്ട്. അത് ഓപ്പറേഷൻ ഇല്ലാത്ത പൂട്ടിപ്പോയ മെഡിക്കൽ സെന്റർ ആണെന്ന് തോന്നുന്നു സാർ. അതന്നെ. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച് വണ്ടി അവിടെ സ്പോൺ ആക്കാൻ ചോദിച്ചു. അപ്പം ദൈവത്തെ ഹെൽപ്പ് ചോദിക്കുന്ന മുമ്പ് നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് അവൻ എന്നെ ഗൈസ്, ഈവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നാമത് ഈ ദൈവത്തിൻ്റെ അടുത്ത് സ്പോൺ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒന്നാമത് ഒരു RP എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ ഒരു ഫ്ലോ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോൾ പുള്ളീൻ്റെ തെറ്റല്ല, പക്ഷെ എന്നാലും കുറേ പേര് ചോദിച്ചല്ലോ പണ്ട് RP കളിക്കുമ്പോൾ ഇപ്പോഴും എന്താ വ്യത്യാസം തോന്നാനുള്ളത്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഡിഫറൻസ് തോന്നുന്നത്. റോൾ പ്ലേയിൽ എന്ത് ദൈവം, എന്ത് വണ്ടി സ്പോണാക്കൽ, എന്ത് അഡ്മിൻ, എന്ത് ഒന്നുമില്ല. മനസ്സിലായില്ല? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നോട്ടാ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് നമ്പറും പറഞ്ഞു. ആരും അറ്റൻഡ് ചെയ്യാൻ ചോദിച്ചില്ല, ഡോക്ടർ ഞാൻ പറഞ്ഞു. എന്നപ്പം
ഒരു പുരുഷന്റെ സൗണ്ട് ആയിരുന്നു. അത് വിളിച്ചു കഴിഞ്ഞപ്പം അവൻ ശരിയാ LKG ശരിയാ, ഭയങ്കര ടൈം കൺസ്യൂമിങ്ങാ ഇത്. ഒരു എന്താ പറയാ, എവിടെ എത്തുന്നില്ല. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിടുക, അതല്ല വേണ്ടത്. ഇതിവിടെ ഹിയറിംഗ് ഒക്കെ കോടതിയിലല്ല ഹിയറിംഗ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, വന്നപ്പോഴാണ് പെട്ടത്. വന്ന് പെട്ട് ഇവന്മാർ ജയിലിൽ വിട്ടു. മറ്റവരെ ഞാൻ പറ്റിച്ചായിരുന്നല്ലോ മണ്ടന്മാര്. അപ്പൊ മണ്ടന്മാര് ഇപ്പോഴും സോറി സാർ. അപ്പം ആ പ്രിയ സഹോദരങ്ങള് ഇപ്പോഴും വിശ്വസിച്ചിട്ടിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡൂഡിനെ വിളിക്കാൻ നോക്കി. പക്ഷെ ഡൂഡ് ബിസി ആയിരുന്നു. അപ്പൊ ലിയോനെ വിളിച്ചു. ലിയോനെ വിളിച്ചിട്ട് പരിചയം വെച്ചാല് ഞാൻ മുതുക്കിന്റെ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് മുമ്പ്. LKG അവിടെ കക്കൂസിൽ കയറിയിരിക്കുക, പിന്നെ ഞാൻ അങ്ങനെ അപ്പോഴും പരിചയമില്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇവരുടെ കോയി കഫേയിൽ വെച്ച് കണ്ടെന്നല്ലേ പറഞ്ഞ ആദ്യം? അല്ലല്ല, കോയി കഫേ വെച്ചില്ല. ഞാൻ മുതുക്കിന്റെ റിപ്പയർ വെച്ചിട്ട് കോയി കഫേ വെച്ച് ഇവരെ കണ്ടില്ല. അത് കഴിഞ്ഞപ്പം ഞാൻ ലിയോനെ വിളിച്ച് ഇവര് ഈ പ്രിയ സഹോദരങ്ങൾ ഇപ്പോഴും എന്റെ മണ്ടത്തരം വിശ്വസിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു നോക്കി. പ്രിയ സഹോദരൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവരത് കേട്ട് ആരാടോ പണി വിടുന്നേ വൃത്തികിട്ടവര്. സോറി സാർ. സാർ കണ്ട സാർ, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു സാർ. എന്നെ പറയാൻ അനുവദിക്കുന്നില്ല സാർ. സോറി സാർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനെ വിളിച്ചിട്ട് ഇവിടെ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കോൾ റെക്കോർഡിംഗ് കോൾ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ട് സാർ. ലിയോനെ വിളിക്കുന്നതിന്റെ. അപ്പൊ തന്നെ ഇവൻ റെസറക്റ്റ് ആയി. എന്നിട്ട് ഇവൻ ഇമോട്ട് എടുത്ത് താഴെ കടന്നു. സിൽക്ക് സ്മിത പോലെ ഇവൻ താഴെ കടക്കുമായിരുന്നു. ഗോഡ് വന്ന് ഇവൻ ഓൾറെഡി രക്ഷിച്ചല്ലോ. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇവൻ വണ്ടിക്കകത്തിരിക്കുമ്പോ ഇമോട്ട് എടുത്ത് പറഞ്ഞു, എടാ മറ്റേ ഞാൻ ഒരുത്തൻ വരുന്നുണ്ട്, അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ഹിറ്റ്മാൻ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്, നീ ചക്കവോട് അവിടെ കടക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു ഇത്രയും കഥ കേട്ട എനിക്ക് പൂട്ടുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാർ. കക്കൂസി പോയിട്ട് എത്ര ദിവസമായിടാ. അയ്യോ സാർ, സാർ ജയിലയ്യോ സാർ. കഥ കേട്ട അപ്പിടാൻ മുട്ടുന്നു. സാർ മേ കണ്ടിന്യൂ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തി? എന്നിട്ട് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിരുന്നു, എടാ ഞാൻ ഹിറ്റ്മാൻ ആയിട്ട് ഒരുത്തൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നീ ചത്ത പോലെ കടക്കടന്ന്. അപ്പം അത് കേട്ട് ഇവൻ വണ്ടി സ്റ്റോർ ചെയ്തിട്ട് അവിടെ ചത്ത പോലെ കടന്നു. പക്ഷെ ഒരു ചത്ത പോലെ കടന്നപ്പോ അവൻ സിൽക്ക് സ്മിത പോലെയാണ് അവിടെ കടന്നത്. എന്ത് പറയാനാ, ഫേവറേറ്റ് ആയി പോയല്ലോ. അങ്ങനെ കടന്നപ്പം ഇവർ വന്നിട്ട് ഞാൻ വീണ്ടും ഒരു കള്ളം പറഞ്ഞു. മറ്റേ ഡൂഡ് പറഞ്ഞിട്ടാണ് നിന്നെ ഇത് ചെയ്തേ, ഡൂഡാണ് എനിക്ക് ഇത് തന്ന പൈസ എന്നിട്ടൊക്കെ ചെയ്തത്. വെറുതെ കള്ളം പറഞ്ഞു. എന്റർടൈൻമെന്റ് വേണ്ടേ സാർ? പറ, എന്റർടൈൻമെന്റ് വേണ്ട നമുക്കൊക്കെ. എന്നാലിപ്പം ആ കള്ളം പറഞ്ഞതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ പിള്ളേരെന്ത് ചെയ്തു, ടൈക്കോ വഴി എന്നെ ഹോസ്റ്റേജ് ആക്കി നിർത്തി. കക്കൂസിന്റെ ഉള്ളിൽ കൂടെ പോയാ നോക്കി അല്ലേ, തൂരി അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോയവൻ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇതൊക്കെ ഒരു എല്ലാവർക്കും വരുന്നില്ലേ. ഇനി അങ്ങനെ ചെയ്യില്ലേന്നൊക്കെ ഫ്ലഷ് അടിച്ച് പൊലിച്ചു പോയി തോന്നുന്നുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചോ നിങ്ങളുടെ? ഒരാൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു സാറേ? എടുത്തു പെറ്റീഷൻ കൊടുത്തു. പെറ്റീഷൻ സാറേ മേ കണ്ടിന്യൂ. സാറേ കഥ മൊത്തം കേട്ടിട്ടുള്ളൂ സാറേ. സാറേ എനിക്ക് വിശക്കുന്നുണ്ട് സാർ. എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഷുഗറിന്റെ പ്രഷറിന്റെ ഒക്കെ പ്രശ്നം. സാറേ ഞാൻ ഫുഡ് കഴിച്ചോട്ടെ സാർ? എനിക്ക് അതിന്റെ പെർമിഷൻ ഉണ്ടോ സാർ?
സാർ അതെ ബ്രോ റെഡി ഇത് ആ തരും ഈ അടുത്ത് എങ്ങനെ തീരുമാനമാവോ സാർ? നമുക്ക് വേറെ പരിപാടികളുണ്ടായിരുന്നു. നമുക്കൊക്കെ റെഡി ആക്കാം. thank you, ഒന്ന് sir. ഇപ്പൊ പേരൊന്ന് മാറ്റി കൊണ്ടോളൂ. പേര് സാറേ മാറ്റണം. എന്റെ അല്ല പേര് ചേഞ്ച് ചെയ്യാനല്ല ഇതൊന്ന് ഉണ്ടായിരുന്നു. മാറിക്കോ. ഞാൻ നേരത്തെ കൊടുത്തു സാറേ ഓൾറെഡി. സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. സാറേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാർ. പറ എല്ലാരും പറ. ഇന്ന് തന്നെ പറയണോ നിനക്കും? ആ സാർ എന്നാ സാർ, നീ കൂടെ ഞാൻ പറഞ്ഞേ. പറഞ്ഞേ, എന്നാ ഞാനൊന്ന് dude പോയില്ല. ആ പ്രതികാരം തീർക്കാൻ വേണ്ടി അവനെ പറ്റിച്ചതിന്റെ നീ ഒന്ന് പോയല്ലേ ഞാൻ എന്ത് പോട്ടെ. കഷ്ട. റെഡിയാണ്. സാറേ ഫ്ലോ പോകുന്നു സാറേ, കഥേന്റെ ഫ്ലോ. പറഞ്ഞു. ഹലോ ആർക്കാ പറയാനുള്ളത്? ആ സാർ അപ്പം ഫ്ലോ ഇപ്പം പോയനെ എന്നാ ഇപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? അയ്യോ എടാ അപ്പൊ ഇങ്ങനെയാണ് അവൻ പോയത്. വണ്ടി കിട്ടുന്ന സ്ഥലം എവിടെയാ? ഓടി പോയിരുന്നു. ഏതോ സ്ഥലം. യോ അവൻ വരുന്നുണ്ടെന്നുണ്ട്. ഒന്നും വേണ്ടല്ലോ. എടാ പോലീസ് എന്താ എന്നെ പിടിക്കാൻ വരാത്തത്? വരുന്നുണ്ട്. ഹലോ സാർ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? സാർ ഇറങ്ങി ഓടിയല്ലേ? ഓടിയല്ല സാർ, ഞാൻ അങ്ങനെ ഓടും തോന്നുന്നുണ്ടോ സാർ? ഞാൻ ജോഗിങ്. അതെ തീർച്ചയായും. ഓടാനാണെങ്കിൽ സാർ അങ്ങനെ പോയാൽ പോരെ? ഞാൻ എന്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നൊന്ന് ജോഗ് ചെയ്തിട്ട് വന്നതാ. തീർച്ചയായും സാറേ മറ്റേ സാറിനെ കൂടെ വിളിച്ച് പോവാം കേട്ടോ, കുഴപ്പമില്ല. ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കായിരിക്കും. ഓക്കെ എന്നാ സാർ എന്നാ മറ്റേ പുള്ളിനെ ഒന്ന് വിളിക്കാം. അല്ല വേണ്ട, അവനെ അവിടെ കിടക്കട്ടെ സാറേ, കുറച്ചേരം കൂടെ കിടക്കട്ടെ. ഇല്ല പുള്ളി കുഴപ്പമില്ല സാർ, അവനെ കിടത്തിക്കോ, ഞങ്ങൾ വേണേൽ കുറച്ച് പൈസ തരാം. ആണല്ലേ? എന്നൊരു 1 അരമണിക്കൂറെ കിടത്തിയിട്ട് വിട്ടാൽ മതി സാർ. ഓക്കെ ശരി. ഓക്കെ സാർ, ശരി. അല്ല പിന്നെ കണ്ട മുക്കാൻ ഞാൻ പറഞ്ഞല്ലേ. എടാ എങ്ങനെയാന്ന് എനിക്ക് അറിയടാ. എന്നെന്തോ ഒരു അജ്ഞാത ശക്തി ആ ഓട്ടോയിലേക്ക് തള്ളി വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, അതന്നെ എനിക്ക് സംഭവിച്ചേ. ഇനി ഇലുമിനാണ്ടി അവന്റെ കഥ ഇങ്ങനെ ഇരുന്ന് കേട്ടട്ടെ. ഇലുമിനാണ്ടി എന്തണ്ടി ആയാലും അല്ലെ എന്ത് ഇലുമിനാണ്ടി ആയാലും ഇങ്ങനത്തെ ഒരു കഥ കേട്ടിട്ട് ഇങ്ങനെ ഒന്ന് തൂറാൻ പറ്റിയത്. കഥ കേട്ടാ നീ നന്നായിട്ട് പോവല്ലേ? കൊള്ളാം. മറ്റേ ഈ വീൽസ് ഒക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരില്ലേ കക്കൂസി പോയി, അതേപോലെ എനിക്ക് കഥ കേൾക്കണം. ചിലവർക്ക് ന്യൂസ് പേപ്പർ വായിക്കണം, റീല് വേണം, എനിക്ക് കഥ കേൾക്കണം. ആണല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു 5 പേജിന്റെ അല്ല 5 വേണ്ട, ഒരു 200 പേജിന്റെ വലിയൊരു കഥാപുസ്തകം വായിച്ചു തരാം. അയ്യോ സാർ, എന്താണ് സാർ നിങ്ങൾ എന്നെ നമ്മളെയൊക്കെ വണ്ടി ഇടിച്ച് ഇങ്ങനെ കൊല്ലാൻ നോക്കുകയാണോ? അതെ സാറ് അത്തലക്കലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാനിത് അവിടെ ഉണ്ടായിരുന്നു സാറേ. സാർ എന്താണ് സാർ ഇങ്ങനെ കള്ളം? ഞാൻ എന്തിനാ കള്ളം പറയുന്നത് സാറേ? എനിക്ക് കണ്ണിന് ഒരു പ്രശ്നമില്ല സാർ. ഞാൻ ഇന്നലെ കൂടെ കണ്ണാടി വേണ്ടിട്ട് വാങ്ങാൻ വേണ്ടിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞത്. സാറിന്റെ പേരെന്താ സാറേ? എന്റെ പേര് ഡ്യൂഡ്. അതെ കേസിന് വന്നാണോ സാർ ഇത്? അതെ കേസിന് വന്നായിരുന്നു. പ്രൈവറ്റ് ലോയർ. എന്നെ കുറെ പേര് ഇങ്ങനെ ഒതുക്കാൻ നോക്കുന്നുണ്ട്. സാറും അതിന്റെ കൂട്ടത്തിലായിരിക്കും അല്ലേ? സാറിനെ ഒതുക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ സാറേ? ഞാൻ അടുത്ത മേയർ ഇലക്ഷനിൽ ജയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്നെ ഇപ്പോഴേ ഒതുക്കാനുള്ള പരിപാടി. സാറ് അപ്പൊ ജയിക്കണ കാര്യത്തിലേക്ക് എത്തിയോ സാറേ? എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇനി വരാണ്ട് സാറേ? അപ്പൊ സാറ് ഇവിടുത്തെ മേയർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മറ്റേ പ്രൊസീജിയേഴ്സ് ഈ കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞാൽ മേയർ ഇലക്ഷന്റെ ഇതൊക്കെ തെള്ളും കേട്ടോ. ആപ്ലിക്കേഷൻ അല്ല പറഞ്ഞതാ. പ്രതി ആയിട്ടില്ലല്ലോ സാർ.
അതല്ല സാർ, ഇല്ല, ഞാൻ പറഞ്ഞതാ ജസ്റ്റ് സാറേ. പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ അതിന്റെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട വന്നാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ സാറ് എല്ലാവരും തന്നെ സാറ് പ്രതിയാക്കി. അതല്ല സാർ ഇപ്പൊ മേയറിന്റെ കാര്യം പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതാണ് ഇങ്ങനെ വന്നാൽ ആ, സാറിന് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞതാണ് അതാണ് സാറേ. അത് അങ്ങനെ ഒരു മനസ്സിലായി. അതെന്താ സാറേ നമ്മ പരാതി അതെ. ഇത് ചെയ്യാൻ വന്നതല്ലേ സാറേ? അപ്പോഴത്തേക്ക് അതെ സാറേ, അതിന് സാറോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സാറേ. സാറേ അപ്പൊ പ്രതികളെ- സാറിനെ ഞാൻ തട്ടിയിട്ടില്ല സാറേ. സാറ് തട്ടി എന്നെ തട്ടിയായിരുന്നു. ഇല്ല സാറേ. സാർ എന്നെ വണ്ടി വെച്ച് തട്ടിയിരുന്നു. ആ വണ്ടീന്റെ ഫ്രണ്ടിൽ ആ ചളുക്ക് നോക്കിയാ എന്റെ കുണ്ടിക്കിടിച്ചതാ. ഓക്കെ, സാറിന് എന്നാല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് കംപ്ലൈന്റ് കൊടുത്തു സാറേ. സാറേ കാരണം ചോര എന്റെ ഇരിക്കുന്നു ഇതില് നോക്ക്. വണ്ടീന്റെ തട്ടിയിട്ടില്ല. ഫ്രണ്ടിൽ ഇരിക്കുന്ന പിന്നെ എന്താ ചോരയല്ലേ ഇത്? നോക്കിയാ എവിടെ സാറേ? സാറേ നമ്മക്കൊന്നും കാണത്തില്ലല്ലോ സാറേ. സാറപ്പൊ കണ്ണ് സാറല്ലേ ടെസ്റ്റ് ചെയ്യണ്ടേ, ഞാനല്ലല്ലോ. സാറേ ലൈസൻസ് അപ്പൊ ഉണ്ടോ? സാർ ഒന്നും കൂടി സാറേ എനിക്ക് സാറേ ലൈസൻസ് ഉണ്ടോ? സാറേ എനിക്ക് ലൈസൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് കാണിച്ചു തരാമോ ലൈസൻസ്? സാറേ ലൈസൻസ് ഇപ്പൊ അതിന് പോയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ ലൈസൻസ് ഇപ്പൊ ആവശ്യമില്ല ഇപ്പൊ നിലവില്. അല്ല അപ്പൊ സാറിന് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ എന്തേ കാണുന്നില്ല. അതായത് സാറേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല സാറിന്. സാറേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പോയി. ഇതിന്ന് പോയി സാറേ. എവിടെ പോയി സാർ? എലി കൊണ്ടുപോയോ തോന്നുന്നു സാറേ. അപ്പൊ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടാൻ പറ്റൂല്ലേ ഇവിടെ? സാറിന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ടോ? എന്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. എന്റെ അടുത്ത് ലൈസൻസ് ഇല്ല, ഞാൻ അതുകൊണ്ടല്ലേ വണ്ടി ഓട്ടാത്. സാറ് വണ്ടി ഓടിക്കണേ ഇല്ലേ സാറേ? എന്താ സാർ? സാറ് വണ്ടി ഓടിക്കണേ ഇല്ല ഇവിടെ? ഇല്ല, ഞാൻ വണ്ടി ഓട്ടാ. ക്ലിയർ ചെയ്തു, ഞങ്ങൾ പിന്നെ ആക്ഷൻ എടുക്കുന്നതാണ്. സാർ എന്നെ വണ്ടി ഇടിച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്യണോ? എന്ത് സംസാരം സാറേ? സാറ് കേസ് കൊടുത്തു സാറ്. സാറെന്ന് അതിന്റെ പേരിൽ കേസ് കൊടുത്തു സാറ്. കേസ് കൊടുത്ത സാറ്. സാർ ഏതായാലും കൊടുത്തല്ലേ? എന്നെ കുറച്ച് മുന്നേ ഈ പുള്ളിക്കാരൻ വണ്ടി ഇടിച്ചായിരുന്നു. ഞാൻ അത് ചോദിക്കാൻ വേണ്ടി സാറിനെ ഇടിച്ചത് മനഃപൂർവ്വമാണോ? സാറൊന്ന് ഈ റോട്ടുമെന്ന് ഒന്നും ഇങ്ങോട്ട് അല്ലെ അടുത്ത വണ്ടി ഒന്ന് ഇടിക്കുമ്പോ സാർ ഇങ്ങോട്ട്. അല്ല സാർ എന്താ പറയുന്നത്? മനഃപൂർവ്വം അല്ലാണ്ട് ആരെ വേണമെങ്കിലും വണ്ടി ഇടിക്കാന്നാണോ പറയുന്നത് സാർ? സാറിന് ഞാൻ വണ്ടി ഇടിച്ചിട്ടില്ല സാർ. എന്റെ കയ്യിൽ അതിനുള്ള അല്ല ഓക്കെ, വണ്ടി ഇടിക്കല്ലേ സാർ എന്താ പറയുന്നത്? ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത് സാർ ക്ലിയർ ചെയ്യണോ? കാരണം ഇവിടെ ഒരു കോർട്ടാണ് സാറേ. അപ്പൊ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടത്തില്ല സാറേ, അതുകൊണ്ടാണ്. ഞാൻ കൂട്ടം കൂടിയല്ലോ, നിങ്ങളല്ലേ എല്ലാരും കൂടെ ഓക്കെ എല്ലാം കഴിഞ്ഞു. സാർ എന്നാ ക്ലിയർ ചെയ്തു, ഞങ്ങൾ ക്ലിയർ ചെയ്യണം. സാറേ പറഞ്ഞത് സാറേ ഇടിച്ചിട്ടില്ല സാറേ. സാറേ അതെനിക്കും കണ്ടു, പക്ഷെ സാറേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഞാൻ ഇടിച്ചിട്ടില്ല സാറേ. സാറ് ഇടിക്കാണ്ട് ഞാൻ പിന്നെ എങ്ങനെ പറന്നു പോകും? എനിക്കെന്താ അതെനിക്കറിയത്തില്ല സാറ്. കാല് തെറ്റി വീണതായിരിക്കും ചിലപ്പം സാറേ. കാല് തെറ്റി അങ്ങനെ വീണു. ഓക്കെ ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സാർ എന്താ പറഞ്ഞത്? ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത്? പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ സാറേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ബഹളം ഉണ്ടാക്കാൻ ഉണ്ടായ റീസൺ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചോ സാർ? ഇയാളെ തട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അപ്പോഴേക്കും നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സാറിന് അതൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ സാറ് ഇവിടെ കംപ്ലൈന്റ് കൊടുത്തോ. എന്റെ കയ്യിൽ എന്റേതായിട്ടുള്ള എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. സാറിനെ തട്ടിയിട്ടില്ല. അത് മര്യാദക്ക് സംസാരിച്ച കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് സാറേ മര്യാദക്കല്ല ഇത്ര നേരം സംസാരിച്ച സാറേ. സാറല്ലേ ഇപ്പൊ ഷൗട്ട് ചെയ്യണത് സാറേ? സാറിന്റെ സംസാര രീതി മാറ്റം വരുന്നുണ്ട്, അതുകൊണ്ടാണ് സാറേ പറഞ്ഞത് ഇവിടുന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. എന്റെ സംസാര രീതിക്ക് ഒരു മാറ്റമില്ല. ഈ സാറ് ഇവിടെ വന്നിട്ട് ക്ലിയർ ചെയ്യാൻ സാറേ സംസാരിക്കുന്നുണ്ട് സാറേ. പറഞ്ഞോളൂ സാർ ഒന്ന് വരാം കൂടെ. ഓക്കെ എന്നെ ഓക്കെ സാർ. സാറേ കൂടെ 2-3 പേര് അവര് പോയോ സാർ? അങ്ങോട്ടേ എന്തോ പോയതാ. ബായ് സാർ, ബായ്. സാറ് വിളിക്കുന്നതാണ് സംസാരിക്കാൻ നോക്കാം. പോയിട്ടുണ്ട് സാർ. അവര് തിരിച്ചു വരുമോ സാറേ? പോയിട്ടോ കുഴപ്പമില്ല. ബായ് സാറേ. കൊണ്ടുവരാം സാറേ, കൊണ്ടുവരാം. പറഞ്ഞോ സാറേ, പറഞ്ഞോ. വാ കേട്ടില്ല സാർ. സാർ ഞങ്ങൾ ഉള്ളോട്ട് കൊണ്ടുവരാം കേട്ടോ. എന്താ സംഭവം? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല സാറേ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അല്ല ബ്രോ പേടിക്കല, നമുക്ക് കാര്യങ്ങൾ ഒന്ന് തീരുമാനമാക്കാൻ വേണ്ടിയതാണ്. നിങ്ങൾ ഇനി പി.ടിയിലേക്ക് കൊടുക്കാതെ നമുക്കൊന്ന് സംസാരിച്ച് കിട്ടാം. ജഡ്ജി വന്നിട്ടുണ്ട് സാറേ. എനിക്ക് അതിന് പരാതിയൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് പരാതിയുടെ പ്രശ്നമല്ല, നമ്മൾ ഇതിന്റെ ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ. ഹലോ
ഈ പുള്ളിനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എഡി ഏതാ? ഈ റോസ് ഷർട്ട് ഇട്ട പുള്ളിനെ. ഞാൻ ലിയോ കിങ്സൺ. ആ ലിയോ കിങ്സൺ. മേയറായിട്ടൊരു വരവ് കൂടെ വരേണ്ടി വരും. ഹലോ ഹലോ, എന്റെ പേര് ഡ്യൂഡ് എന്നാണ് സാർ. ഡ്യൂഡ്. ഓക്കെ, ഫുൾ നെയിം ഉണ്ടോ? ഇല്ല, ഡ്യൂഡ്. ഡ്യൂഡ്, ഓക്കെ. എന്തായിരുന്നു ഇവിടെ നമ്മുടെ മാർഷൽസിന്റെ, നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ അടുത്തോട്ട് വണ്ടി ഇടിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു? സാർ, പരാതിയായിട്ടൊന്നുമല്ല. പുള്ളിക്കാരൻ്റെ എന്തോ അശ്രദ്ധ കൊണ്ടോ എന്തോ വണ്ടി തട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ തെറിച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിക്കാൻ ചെന്ന സമയത്ത് പുള്ളിയാണെങ്കിൽ വണ്ടി തട്ടിയില്ല എന്ന് പറഞ്ഞാൽ വാദിക്കുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ സംസാരിച്ചോട്ടെ. അപ്പോൾ പുള്ളി വണ്ടി തട്ടിയില്ല എന്ന് പറഞ്ഞ് വാദിച്ചു, ഞാൻ വണ്ടി തട്ടിയെന്ന് പറഞ്ഞ് വാദിച്ചു. വണ്ടി തട്ടിയത് എന്നെയാണ്, വേദനിച്ചതും എനിക്കാണ്, ബുദ്ധിമുട്ടുണ്ടായതും എനിക്കാണ്. അപ്പോൾ പുള്ളി അത് ഇല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നു. ഓക്കെ, സമ്മതിച്ചു. ആ സമയത്ത് ഈ സാറ് വന്നിട്ട് ഇവിടുന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു. വണ്ടി തട്ടിയത് എന്നെ, ഞാനൊരു പെഡസ്ട്രിയനാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കാൽനടക്കാരനാണല്ലോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ സൈഡിൽ കൂടെ പോയ എന്നെ വണ്ടി ഇടിച്ചിട്ട് ഈ സാറ് വന്ന് പറയാണ് ക്ലിയർ ചെയ്യണമെന്ന്. ഞാനവിടെ അത്രയും സംസാരിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് സാറിന് മനസ്സിലായ കാരണം, വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് പറയുന്നതിനിടയിൽ ഈ സാറ് ഒന്നും കേൾക്കാതെ പുള്ളിക്കാരൻ്റെ കൊളീഗ് ആയതുകൊണ്ട് പുള്ളി പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക, ഇവിടെ നിന്ന് അലമ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് പറയാം. അപ്പോൾ ഞാനെന്താ ചെയ്യുക? സുഹൃത്തെ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാർ, ഒറ്റ സെക്കൻഡ്. സർപ്പഞ്ച് സാർ ഇപ്പൊ ചോദിച്ചത് നമ്മുടെ ഫസ്റ്റത്തെ കേസാണ് ഇപ്പൊ ചോദിച്ചത്. അതായത് നമ്മൾ ആദ്യം നിങ്ങൾ വണ്ടി കൊണ്ടുവന്ന് തട്ടിയില്ലേ, ആ കേസാണ് ചോദിച്ചത് ഫസ്റ്റ്. അല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് ആദ്യത്തെ കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യത്തെ കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആദ്യം നിങ്ങളാണോ വണ്ടി തട്ടിയത്? സാറേ, ഈ രണ്ട് സിറ്റുവേഷൻ തമ്മിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വ്യത്യാസമുണ്ട് സാറേ, ഈ രണ്ട് സിറ്റുവേഷൻ തമ്മിൽ. മനസ്സിലായി. ഇതെല്ലാം കൊളാബറേറ്റിംഗ് ആണല്ലോ, മനസ്സിലായോ? ഒരു ഇതിലോട്ട് എത്തുന്നത് നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻസിഡന്റിൽ നിന്നായിരിക്കുമല്ലോ മറ്റൊരു ഇൻസിഡന്റ് എത്തണം. അപ്പൊ രണ്ടും കേട്ടാലേ ചിലപ്പോ ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി സാറേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചത്. മനസ്സിലായോ? നമുക്ക് ഇവിടെ വെച്ച് തന്നെ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലതല്ലേ. അതിനുവേണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ നിയമത്തിന്റെ അടിയിൽ തന്നെ നിന്ന് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ശരിയാക്കാനും, അതേപോലെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരവും കാര്യങ്ങളും നമ്മൾ തരാൻ തയ്യാറാണ്. അതേസമയം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞ് തിരുത്താനും, മനസ്സിലായോ? ഡിഒജിയും സിറ്റിസൺസും തമ്മിലൊരു നല്ലൊരു ബന്ധം വേണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായി. നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു സാറേ, അതാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു? ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയായിരുന്നു. അപ്പോൾ സിഗ്നൽ റെഡ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി വണ്ടി നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്ത സമയത്ത് വണ്ടി വന്ന് തട്ടി, ഞാൻ തെറിച്ച് വീണു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ പറയായിരുന്നു വണ്ടി തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പുള്ളി വാദിക്കുകയായിരുന്നു ഉണ്ടായത്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനോട് കൂടെ ഒരുമിച്ചുണ്ടായതാണ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല, വണ്ടി തട്ടിയിട്ടില്ല, നിങ്ങളുടെ കണ്ണിന് പ്രശ്നമാണ്, നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക, കണ്ണ് ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഞാൻ പ്രോപ്പറായിട്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ ഈ സംസാരം നടന്നതെല്ലാം കോടതിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണോ? അല്ല, റോഡ് സൈഡിലാണ്. അപ്പോൾ ആ സമയത്ത് ഈ സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് പറയും, ഇവിടുന്ന് ക്ലിയർ ചെയ്യണം, ഇവിടുന്ന് പോകണം എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല. ഈ സാറ് വന്നിട്ട് ക്ലിയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം പറയാം. ഡിഒജി മാർഷൽസിന്റെ അവരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ കോടതിയുടെ പരിസരത്തോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോണോ കാര്യങ്ങളോ ഇനി കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അതൊന്നാമത്തെ കാര്യം, ശരിയല്ലേ? അല്ല സാർ, ഞാൻ ഇപ്പോൾ സാറ് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഇങ്ങനെയല്ല എൻ്റെ അടുത്ത് പറയേണ്ടത്. ഈ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള അധികാരമില്ല, നിങ്ങൾ മാറി നിൽക്കണം എന്നല്ലേ പറയേണ്ടത്. അല്ലാണ്ട് ഇവിടുന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൂഡായിട്ട് വന്ന് സംസാരിച്ചാൽ നമ്മളെന്താ വിചാരിക്കുക? നമുക്ക് ഈ റൂൾസ് ഒന്നും അറിയില്ല, നമ്മളൊരു പാവ സിറ്റിസനാണ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. അതായത് നമുക്ക് ഈ കോടതിയുടെ അല്ലെങ്കിൽ ഡിഒജി എച്ച്പിന്റെ കോമ്പൗണ്ടിന്റെ അവിടെ ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു നമ്മുടെ ഒരു കോർട്ട് മാർഷൽസ് എന്ന് പറഞ്ഞ ഒരു ടീം തന്നെ ഉള്ളത്. ഓക്കെ, ലിയോ കിങ്ങിനോടാണ് പറയുന്നത്. അപ്പോ അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുക, അതേപോലെ എന്തെങ്കിലും ഫൈറ്റിംഗ് സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന ആള് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചെയ്തേക്കുന്ന ആളുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഉണ്ടായേക്കുന്ന കാര്യങ്ങളിൽ ന്യായീകരിക്കോ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ അത് പറഞ്ഞു തരാണ് മൊത്തത്തിലുള്ള സിറ്റുവേഷൻ. ഇത് ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളൊരു രീതിയിലാണ് എനിക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സാറേ ജസ്റ്റ് ഒരു കാര്യം ഡ്യൂട്ട് സാറ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനാണ്. ഇതിപ്പോ നമ്മൾ ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് ഡ്യൂട്ട് സാറിനെ വണ്ടി ഇടിച്ച് തെറിച്ചു പോയത് ഡ്യൂട്ട് സാറ്. മനസ്സിലായി. അപ്പോ അത് കഴിഞ്ഞിട്ട് നേരെ പറയുന്നത് ഇവിടുന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. ഇവിടെ ഡ്യൂട്ട് സാറിന് എന്തെങ്കിലും പറ്റിയോ, ഹോസ്പിറ്റലിൽ പോണോ, ഇങ്ങനെ ഒരു ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പെരുമാറ്റത്തിന്റെ സാറേ ലാസർ സാറേ, ഞാന് നമ്മളെ ഗരാജിൽ നിന്ന് വണ്ടി എടുത്ത് ഞാൻ നമ്മുടെ ആ റോഡിലേക്ക് ആ ഒരു ലൈനിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഡ്യൂട്ട് സാറ് എന്ന് പറയുന്ന സാറ് രണ്ടാമത്തെ ലൈനിലാണ് നിൽക്കുന്നത് സാറേ. ആ നിൽക്കുന്ന സാറായിരുന്നു എന്റെ വണ്ടിന്റെ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ട് ഇടിച്ചു എന്ന് പറയുന്നത് ഈ ഡ്യൂട്ട് സാറിനെയാണ്. പിന്നെ അവിടെ കുറച്ചു നേരം സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സംസാരം ഒരു മിനിറ്റ് സാറേ, പറഞ്ഞോണ്ടിരിക്കല്ലേ സാർ. ലാസ സാറേ, എന്നിട്ട് അവിടെ കുറച്ചു നേരം സംസാരമായി. റൈഡൻ സാറും വന്ന് സംസാരിച്ചു. കുറച്ച് സംസാരം ആയതിനു ശേഷം ഈ ഡ്യൂട്ട് സാറിന്റെ സംസാരത്തിന്റെ രീതി കുറച്ച് ഹാർഷ് ആവണ സമയത്താണ് വന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഫസ്റ്റേ വന്നിട്ട് ക്ലിയർ ചെയ്യാനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല സാറേ. അത്രയും നേരം ഞാൻ സാറിനോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ? നല്ല പോലെ തന്നെയല്ലേ സംസാരിച്ചത് സാറേ? സാർ ഞാനും ഇതുപോലെ തന്നെ സംസാരിച്ചത്. പക്ഷെ സാറിന്റെ ടൂൺ ഇങ്ങനെ അല്ലായിരുന്നു. സാറ് കുറച്ചും കൂടി ഒന്ന് സാറിന്റെ സംസാരത്തിൽ മാറ്റം. അതുകൊണ്ടാണ് നിങ്ങള് പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചത് എന്നെയാണ്. ഈ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നടുവിന് പരിക്കേറ്റത് ഞാനാണ്. എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ വേദന എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ടോൺ ശരിയില്ല, ഞാൻ സംസാരിക്കുന്നത് ശരിയില്ല എന്ന് സാറിന് എങ്ങനെ പറയാൻ തോന്നുന്നു സാർ? അങ്ങനല്ല സാർ, വേദന എല്ലാം സഹിക്കുന്നത് ഞാനല്ലേ സാറേ? ഒറ്റ മിനിറ്റ്. ഡിയോജിലുള്ള എല്ലാരും ഒന്ന് കോടതിയുടെ പുറത്തോട്ട് ക്ലിയർ ചെയ്യും. ഞാൻ സംസാരിക്കും. എല്ലാരും കാസ്പർ അടക്കം. എഡി അവരെ വേണ്ട ലീവ് ഇടുന്നോളൂ. എഡി അവരെ കോടതിയുടെ പുറത്തോട്ടൊന്ന് നോക്കണേ. അവര് എല്ലാരും മാറിയിട്ടൊന്നും. ഓക്കെ, ഡ്യൂഡ് പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ട്. താങ്കൾക്കൊരു ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളത് ഹെൽത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കോടതിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഞാൻ ആസ് എ ചീഫ് ഞാൻ സോറി ചോദിക്കില്ല. ഇല്ല സാർ, അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. ഒരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവമില്ലേ? വണ്ടി ഇടിച്ച് തട്ടോ തട്ടിയില്ലേ, ആരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ഒരു സോറി പറഞ്ഞാൽ അവിടെ തീർന്നു പരിപാടി അല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ വേണമെന്നോ അല്ലെങ്കിൽ സാറിന്റെ മിസ്റ്റേക്ക് ആണെന്നോ പറഞ്ഞ് ഞാൻ കുതിര കയറാനൊന്നും നിൽക്കൂല. വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അത് ആരുടെ ഭാഗത്താണെങ്കിലും ഒരു സോറി പറഞ്ഞാൽ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാർ. ഇത് ഇത്രയും വലുതാക്കി കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഒന്നാമത് വേദന കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റേ സാറ് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ടോണ് ശരിയില്ല, ഇവിടുന്ന് ക്ലിയർ ചെയ്യണം എന്നൊക്കെ. നമുക്ക് മനസ്സിലായി. എനിക്കത് മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഡ്യൂഡിന്റെ അടുത്ത് നേരിട്ട് പറയുന്നത്. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിഒജിയുടെ എൻ്റയർ ഡിഒജിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഡ്യൂഡിന്റെ അടുത്ത് സോറി ചോദിക്കും. ഇല്ല സാർ, അതിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം ഡിഒജി അങ്ങനെയാണ് സിറ്റിസൺസ് ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഇതിൽ നിന്നാലേ നമുക്ക് ഒരു എന്തുട്ടാ ഒരു ആർക്കും ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ല സാർ, അപ്പോൾ ഒരു ചോദിച്ചോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? ചോദിച്ചോളൂ. ഇപ്പോൾ സിറ്റിസന്റെ വെൽഫെയറും അവരുടെ നല്ല നടപ്പുമാണ് ഡിഒജിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സാറിന്റെ അടിയിലുള്ള ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് ശരിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് സാർ? അതായത് ഞാൻ പറയട്ടെ, അതായത് ഇപ്പോൾ അവരുടെ ഭാഗം കൂടി കേൾക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യം പറയാണ്, സിറ്റിയിൽ പലവിധ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇതിലോട്ടുള്ള ഒരു അന്വേഷണം നമ്മൾ എന്തായാലും നടത്തും. അതായത് അവരുടെ കയ്യിലുള്ള അവർ വണ്ടിയിലാണല്ലോ ഇടിച്ചേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ക്യാം ഉണ്ടല്ലോ സാർ. വണ്ടിയിലല്ല ഇടിച്ചത്, എന്റെ മേത്താണ് ഇടിച്ചത്. വണ്ടിയിലല്ല, ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മേത്ത് ഇടിക്കാണ്. അതായത് കൈവച്ചിടിക്കുകയായിരുന്നോ? കൈയല്ല സാർ, അവര് വണ്ടി വെച്ച് എന്നെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ വണ്ടി വെച്ച് താങ്കളുടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയിൽ എല്ലാത്തിലും ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് ആ ഡാഷ് ക്യാം എന്തായാലും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും താങ്കൾ പറയുന്ന പോലെ ആ ഡാഷ് ക്യാമിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡാഷ് ക്യാമറ മാത്രമല്ല, അവിടെ CCTV ക്യാമറ ഉണ്ട് അവിടെ ജംഗ്ഷനിലെല്ലാം. എനിക്ക് മനസ്സിലായി ഡൂട്ട്.
ഞാൻ പറയുന്നത് ഡ്യൂഡിന് മനസ്സിലാവണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ള കാരണം ചിലപ്പോ നമ്മുടെ ഡാഷ് ക്യാമിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായി കാണില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോ അങ്ങനത്തെ ഒരാളെ ഞാൻ ഒരു സസ്പെൻഷനോ കാര്യങ്ങളോ കൊടുക്കുന്നത് അല്ല സാർ, ശരിയായിട്ട് സസ്പെൻഷൻ ഡ്യൂഡിന് കൊടുക്കണം ഞാൻ തോന്നുന്നു. പറഞ്ഞില്ല സാർ. അല്ല, നമ്മള് ഒരു ആക്ഷൻസ് എടുക്കണമല്ലോ നമുക്ക്. ഒരു ആക്ഷനും അങ്ങനത്തെ ഒരു എടുക്കണം ഞാൻ കാര്യം പറയുന്നില്ല സാർ. ഞാൻ ഇത്രേ ഇല്ലില്ല. പറയുന്നുള്ളൂ. ഇത്രയും കഴിവുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അവർ, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അവർ നിങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് മുന്നേ സാറ് പറഞ്ഞൊരു കാര്യമാണ്, സിറ്റിസണായിട്ടുള്ള നല്ല നടപ്പാണ് DOJ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ അല്ലേ സാർ വേണ്ടത്, അല്ലാതെ ഇത്രയും ഹാഷായിട്ടല്ലല്ലോ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഡ്യൂട്ടിയുടെ അടുത്ത് പറയുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ DOJ എന്തായാലും അന്വേഷിക്കും. അത് പേഴ്സണലി ഞാൻ അന്വേഷിക്കും. അതിൻ്റെ അങ്ങനത്തെ ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിനെ നേരിട്ട് വിളിച്ചിട്ടായിരിക്കും ആക്ഷൻസ്. അല്ല സാർ, എൻ്റെ പേരിൽ ഒരിക്കലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്കൊരു പരാതി അല്ല, ഡ്യൂഡിന്റെ പേരിലല്ല, ഇതൊരു സിറ്റിസന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കുള്ളൂ. അത് അങ്ങനത്തെ ഒരു പെരുമാറ്റം നമുക്ക് DOJയിൽ വെച്ച് വെറുപ്പിക്കുന്ന ഒരു കാര്യമല്ല. അത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ പോലെ നമ്മൾ DOJ ഒരിക്കലും ആവാൻ താല്പര്യമില്ല, അങ്ങനെ ആവുകയില്ല. ഓക്കെ, അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള 100% ഉറപ്പാണ്. താങ്കൾക്ക് ഇനിയൊരു ദിവസം അല്ലെങ്കിൽ ഇനി തൊട്ടുള്ള ടൈമിൽ DOJയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യും, അതിനുള്ള ഉറപ്പാണ് ഞാൻ തരുന്നത്. ഓക്കെ, ഈ ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ എൻ്റെ DOJയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് സോറി ചോദിക്കും സാർ. അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സാർ എനിക്ക് ഒരു കാര്യം പറഞ്ഞത്, അതായത് ഞാൻ അടുത്ത മേയർ ഇലക്ഷൻ നടുവടിഞ്ഞിരിക്കുക, അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല സാർ, കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാം. ഞാൻ സാറേ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്ത മേയർ ഇലക്ഷനിൽ HMDനെ ഒരാളെ ഇങ്ങോട്ട് വിളിക്കണം. ഇല്ല സാർ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പൊക്കോളാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമാണ്. ഇല്ല, അതെന്തായാലും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ അത് എന്തായാലും ചെയ്തുതരാം. ഓക്കെ പറഞ്ഞു സാർ. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്ത മേയർ ഇലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു. എനിക്കറിയാം, ഓർമ്മയുണ്ടോ? അതെ. അപ്പോൾ ഇനി അതിന്റെ വല്ല താല്പര്യക്കുറവുകൊണ്ടാണോ ഇങ്ങനെ ആൾക്കാർ? ഞാൻ ഒരു കാര്യം പറയാം, DOJക്ക് ഇലക്ഷനിലോ ഇലക്ഷന്റെ കാര്യത്തിലോ നമ്മൾ ഇടപെടത്തില്ല. മനസ്സിലായോ? നമുക്ക് അണ്ടിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഗവർണർ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഗവർണറോ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെയിലോ വന്ന വരെ നമ്മൾക്ക് യാതൊരുവിധ ഇടപെടലുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മളൊരു ജസ്റ്റിസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അത് ഇലക്ഷന്റെയും കാര്യങ്ങളെയും നോക്കി നടത്തേണ്ടത് നമ്മളായിരിക്കില്ല. അത് അതിനുവേണ്ടിയുള്ള ഗവർണറും അല്ല സാർ, പറയുന്നതിനോട് ഞാൻ തീർത്തും യോജിക്കുന്നു. പക്ഷേ സാർ, ഇതെല്ലാം ഒക്കെ ശരിയാണെങ്കിലും എല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായി. ഇത് ഇവർക്ക് ഇപ്പോ നടന്ന രണ്ടുപേരുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന രണ്ടുപേർ, അവർക്ക് ഈ ഇലക്ഷനെ കുറിച്ചോ ഇലക്ഷനിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്നോ ഒന്നും തന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, ഇലക്ഷൻ നടക്കാതിരിക്കാം എന്നുള്ളൊരു അയ്യോ സാറേ, അത് അവര് തമ്മിൽ ആക്ച്വലി ഒരു സംസാരം ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് ഇതിനെ പറ്റിയിട്ട്, ഇതിനെ ചൊല്ലിയിട്ട്. ഇതേപോലെ ഇലക്ഷന് നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇതേപോലെ കുറെ ആൾക്കാർ ഒതുക്കാൻ നോക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിലുള്ളതാണോ എന്നുള്ള രീതിയിൽ സംസാരം നടന്നായിരുന്നു. അതായത് ഇങ്ങനെ നിങ്ങൾ പ്രതികളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല എന്ന് ഒരു മിനിറ്റ് ഹെയ്സ പുറത്തോട്ടെന്നോ സാറേ, ഒന്ന് ചെക്ക് ചെയ്യാവോ? ആൾക്കൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഹലോ സാറേ, എന്നെയും ചെക്ക് ചെയ്യണേ. ഇവർ രണ്ടുപേരും ഒന്ന് ചെക്ക് ചെയ്യാവോ? എന്താ ചെക്ക് ചെയ്യേണ്ടത്? അവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സാറേ, അത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് എക്സ്റേ എടുക്കേണ്ടി വരും. നടുവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല സാറേ. ഇവർക്ക് എന്തായാലും വരും. ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും ഹോസ്പിറ്റലിൽ വരും. ഹോസ്പിറ്റലിൽ എന്ത് ബില്ല് ഉണ്ടായി കഴിഞ്ഞാലും അത് പേഴ്സണലി എന്റെ അടുത്തോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, DOJ. ഇവരുടെ പേരുകളൊന്ന് നോട്ട് ചെയ്തോ. ഇത് ലിയോ കിങ്. ഓക്കെ, അത് ഡ്യൂഡ്. എന്റെ പേര് ഡ്യൂഡ്. ലിയോ കിങ്സൺ. ഓക്കെ, അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും ഏത് രീതിയിലുള്ള ബില്ല് ഈ കാര്യത്തിന് വേണ്ടി അവര് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ അത് DOJയിലോട്ട് പാസ് ചെയ്തോ കേട്ടോ. ആരാന്ന് മനസ്സിലായില്ലേ നിങ്ങക്ക്? സാറിന്റെ പേരെന്താണ്? ആരാന്ന് മനസ്സിലായിട്ടില്ല നിങ്ങക്ക്? എന്റെ പേര് ഷർഫുദ്ദീൻ. ഓക്കെ ഫൈൻ. നിങ്ങള് XMD വന്നിട്ട്
റോബിൻ ഹുഡ് എന്നെ വിളിച്ചാൽ മതിയേ. ഓക്കെ ഓക്കെ ഡൂഡ്. ഓക്കെ, കാരണം ബാക്കിയുള്ളവർക്ക് ഈ കേസിനെ പറ്റി അറിയത്തില്ലായിരിക്കും. ഓക്കെ, എന്തായാലും ഒന്ന് അവർക്കൊന്ന് ആരോട് ചോദിച്ചാലും റേഡിയോ മതി. കമ്മ്യൂണിക്കേഷൻ കൊടുത്തേരെ കേട്ടോ അതെ. നിങ്ങളുടെ ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ ഫൈൻ, ഞാൻ സാർ കൊടുത്തേരാം. എനിക്ക് ഞാൻ സാറിനടുത്ത് ഒരു കൊടുത്തേരാം. കാര്യം കൂടെ പറയാനുണ്ട്. പറയാം ഞാൻ HMD ഓക്കെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പൊക്കോളൂ. സാറേ താങ്ക് യു. ഓക്കെ വാ. അല്ല സാറേ മുന്നേ പറഞ്ഞില്ലേ അവർക്ക് ഇലക്ഷനെ കുറിച്ചിട്ടൊന്നും അറിയാൻ വഴിയില്ല എന്നുള്ളത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതേപോലെ വല്ല കേസിന് പ്രതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ ഒന്നും നോക്കണ്ട, നിൽക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞായിരുന്നു അവർ. പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പൊക്കോന്നുള്ള രീതിയിലാണ് ആ ഒരു ടോണിലാണ് അവർ സംസാരിച്ചത്. ഓക്കെ, മനസ്സിലായി. അതായത് അവര് കള്ളക്കേസ് കൊടുക്കുന്നുള്ളൊരു ധ്വനിയും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. സാറേ ഡോർ ഒന്ന് ലോക്ക് ചെയ്തോ, തുറന്നിടാൻ പറ്റും സാറേ? അതെ, ആരെങ്കിലും HMD ഒന്ന് തുറന്നു കൊടുത്തേ, ഡോറ് തുറന്നു കൊടുത്തേ. ഹലോ, HMDക്ക് ഡോറും കാര്യങ്ങളും തുറന്നു കൊടുക്കേ കൊടുത്തിട്ടുള്ളില്. അതെന്തായാലും ഞാൻ കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലായി. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇൻ കേസ് ഇപ്പോൾ ഡിയോജിൽ ആരെങ്കിലും തന്നെ കള്ളക്കേസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ലോയറിനെ വെക്കാം. ലോയറിനെ വെച്ച് നിങ്ങളുടെ നിരപരാധിത്വം ഉണ്ടല്ലോ അത് തെളിയിക്കാം. ഒരിക്കലും ഇവിടെ ഉള്ള മജിസ്ട്രേറ്റ്സോ അല്ലെങ്കിൽ ജഡ്ജസോ ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. അത് ഏതൊരു കേസാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സാറേ വെരി സോറി ടു ഇൻട്രൂഡ്, പക്ഷെ ഇത് അത്ര ഒരു ഇമ്പോർട്ടന്റ് കാര്യമായതുകൊണ്ട് സാറേ ഇത് പക്ഷേ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന ടൈമിൽ ഈ പറയുന്ന സിസ്റ്റം ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ കാര്യം ഇലക്ഷൻ ക്യാമ്പയിന്റെ കാര്യം ഞാൻ ഡ്യൂഡ് അന്നേ മീറ്റിങ്ങിന് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ഷന്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ വരാത്ത സ്ഥിതിക്ക് നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് നടത്തുന്നതിന് പകരം നിങ്ങളുടെ പാർട്ടിയുടേതായ കാര്യങ്ങൾ നടത്തുക. അല്ലെങ്കിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കിപ്പോ ഈ എന്തെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ട് ഇതേപോലെ നടക്കേണ്ടി വന്നാല് ഇത് ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഒരു കേസ് വരുന്നതെങ്കിൽ അത് ഡ്യൂട്ട് സാറിന്റെ ഒരു പബ്ലിക് ഫേസിനെ ബാധിക്കില്ലേ? എനിക്ക് മനസ്സിലായി. വേറൊരു കാര്യം കൂടി പറയാം. അതായത് നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ഷനിൽ നിൽക്കാൻ പറ്റായ കാര്യങ്ങളൊന്നുമില്ല. കൺവിക്റ്റഡ് ആവണം. മനസ്സിലായോ? നിങ്ങൾ ഒരു കേസിൽ കൺവിക്റ്റഡ് ആയി അതിൽ ജയിൽ ടൈമും കാര്യങ്ങളും. ഇപ്പൊ പെറ്റി കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മളിപ്പോ കാർ ഓടിച്ചു, കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളില്ല, കുഴപ്പമില്ല. മനസ്സിലായോ? പക്ഷെ വലിയ കേസുകൾ, അതായത് സിറ്റിയിലെ ഒരു നോർമലി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റോബറീസ്, അതേപോലെ ഇല്ലീഗൽ ഗൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യണത്. അതേപോലെ നിങ്ങൾ കൺവിക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇലക്ഷനിൽ നിൽക്കാതിരിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾ വൺസ് കൺവിക്റ്റഡ് ആയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേരിൽ കേസ് വന്നു കഴിഞ്ഞാൽ അയാള് ആ കേസിൽ കൺവിക്റ്റഡ് ആണെന്നല്ല അതിന്റെ അർത്ഥം. ജസ്റ്റ് ഒരു അക്യൂസ്ഡ് മാത്രമാണ്. നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ അതിൽ നിരപരാധിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അപരാധിയാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അവിടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായോ? ഡിഒജി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഈ ഒരു കാര്യം ഉണ്ടായതിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിഒജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നമ്മളൊരു സോഴ്സ് ചോദിക്കാം. ഉറപ്പായിട്ടും നമുക്ക് സംസാരിക്കാം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ആര് ഇലക്ഷനിൽ നിന്നാലോ അല്ലെങ്കിൽ ആര് ഇതായി കഴിഞ്ഞാലോ നമുക്ക് യാതൊരുവിധ ഒരു ഇതുമില്ല. എല്ലാവർക്കും ഇലക്ഷനിൽ നിൽക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇക്വാലിറ്റി നമ്മുടെ ഇവിടെ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മത്സരിക്കാനുള്ള ഒരു ചാൻസുകൾ ഉണ്ടാവും. മത്സരിച്ച് ആരാണോ ഇലക്ഷനിൽ ജയിക്കുന്നത് അവരായിരിക്കും അടുത്തൊരു മേയർ സ്ഥാനത്തോട്ട് വരുന്നത്. അവരുടെ ഒപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. മനസ്സിലായോ? അല്ല സാർ, അത് ഒരു ഡൗട്ട്. ഈ മേയർ ഇലക്ഷൻ ഇപ്പോൾ സപ്പോസ് ജയിക്കുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലമായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് വരുന്നവരെ നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും അതിൻ്റെതായ ഗൈഡ് ലൈൻസ്, അതിൻ്റെതായ കാര്യങ്ങൾ ഇതെല്ലാം ഗവർണർ സൈഡിൽ നിന്ന് ശരിയാക്കുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് വൺസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദിച്ച കാര്യങ്ങൾക്കുള്ള എല്ലാവിധ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ സാർ. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളായിട്ടൊക്കെ നടക്കട്ടെ. മീറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഉറപ്പായിട്ടും അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു. ഓക്കെ സാർ. എന്തായാലും സാർ ഇതിനകത്ത് ഇടപെട്ടതിലും സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സംസാരിച്ച് എല്ലാത്തിലും വളരെയധികം താങ്ക്സ്. ഇല്ല, നമ്മുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ
അല്ല സാർ, പക്ഷേ ഞങ്ങളെക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാറിൻ്റെ സമയമല്ലേ ഇപ്പം നമ്മൾ കാരണം പോയത്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് തന്നെയാണ് ഡിയോജെ കണക്കാക്കുന്നത്. താങ്ക് യു സോ മച്ച്. സിറ്റിസൺസ് ആയിട്ടൊരു നമ്മളൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഒരു രീതിയിലും നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും മനസ്സിലായി. അവരായിട്ടുള്ളൊരു നല്ലൊരു ബന്ധമാണ് ബാക്കി എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു നീതികേട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥങ്ങളും ഉണ്ടാവില്ല. ശരിയല്ലേ? അവർക്ക് എപ്പോഴും ഇവിടെ വരുമ്പോ ഒരു നീതി കിട്ടണം എന്നുള്ളൊരു മനസ്സിലൊരു വിചാരം ഉണ്ടാവണം. അത് വിചാരം മാത്രമല്ല, അവർക്ക് നീതി കിട്ടണം. അതാണ് ഡിയോജയുടെ അടിസ്ഥാനം തന്നെ. അതെപ്പോഴും നമ്മൾ നിലനിർത്തും. നമ്മൾ അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് സോറി ചോദിക്കുന്നു. പിന്നെ ഡ്യൂഡ് പറഞ്ഞൊരു കാര്യം ഞാൻ പ്രശംസിക്കുന്നു. എന്തൊരു കാര്യത്തിനും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാരിലേക്കൊക്കെ കൂടുതൽ എത്തട്ടെ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും സാർ, ഇവര് ആദ്യത്തെ കേസ് സാറിന് കൺവേ ചെയ്തായിരുന്നു? കൺവേ ചെയ്തായിരുന്നു. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, ഏത് കേസായി? ഇവരിവിടെ വരാൻ കാരണം ഡ്യൂഡിനെ എന്തോ ഹോസ്റ്റേജ് എടുത്തു എന്നുള്ളത് അതിന്റെ കേസ് അറിയാമല്ലോ. എന്തുപറ്റി? അല്ല സാർ, നമ്മൾ അതിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് സാറേ. റിട്ടൺ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ്. അത് നിങ്ങൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോയല്ലേ? അത് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ലിയോ എഴുതിയിരുന്നു. ഞങ്ങളുടെ 3 പേര് ഓൾറെഡി ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തായിരുന്നു. കാസ്പർ സാറിന് കൊടുത്തിരുന്നു? അതെ 2-3 പേർക്ക് കൊടുത്തിരുന്നു ഞാനത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. എന്തായാലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അന്വേഷണം വേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡിഒജെ എന്നത് പിഡിക്ക് കൈമാറും കേട്ടോ. നമ്മളൊരു പ്രോസസ്സ് പറഞ്ഞു തന്നാണ്. ഒരു അന്വേഷണം വേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡിഒജയുടെ ഭാഗത്തു നിന്ന് കൈമാറും, പിഡിക്ക് കൈമാറും. അവർ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് തന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം. എന്തായാലും നിങ്ങളുടെ ഇലക്ഷൻ പ്രചാരണങ്ങളും ഇലക്ഷൻ്റെതായ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. ഓക്കെ സാർ. ഓക്കെ, പിന്നെ സാറേ ചോദിക്കുന്നോണ്ട് വിചാരിക്കരുത്, പറ്റുകയാണെങ്കിൽ വോട്ട് ഉറപ്പായിട്ടും നമ്മള് എന്തായാലും വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല സാറേ, എനിക്ക് എന്നെ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. സാറിനെ പോലെ ഒരാൾ നമുക്ക് വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമല്ലേ? ചെയ്യാം. നമ്മൾ എന്തായാലും ചെയ്യും. താങ്ക് യു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സിറ്റിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇറക്ക്. ഓക്കെ സാർ, അതാണല്ലോ നമ്മൾ നോക്കണ്ടേ. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആൾക്ക് വേണമല്ലോ നമ്മൾ വോട്ട് ചെയ്യാൻ. അപ്പോൾ അത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റട്ടെ. കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശരി. ലോക്ക് ആവുന്നത്, അൺലോക്ക് ആവുന്നത് സാർ. അതെ, എക്സ്ക്യൂസ് മീ സാർ, മറ്റേ 2 ഓഫീസേഴ്സിൻ്റെ അടുത്തുനിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല സാർ, എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. സംസാരിച്ചോളാം പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത് സാറ് പറഞ്ഞിരുന്നു സംസാരിച്ചോളാം. സാറിന്റെ കോള് ക്ലിയർ ആയില്ല. സാർ ഒന്നുകൂടി പറയാം. സോറി പറയുകയാണെങ്കിൽ പറയണ്ട, പറഞ്ഞാൽ മതി. എഡി സാർ ഞാൻ പറഞ്ഞിട്ടാണ്. സരോജ് എവിടെ പോയതാ? ഓക്കെ, കുഴപ്പമില്ല. സരോജ് സാർ പുറത്ത് ഡ്രസ് മാറ്റാൻ വേണ്ടി പോയതാ. അല്ല സാർ, അതെ മനസ്സിലൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് അത്ര ഒരു വേദന പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ സാർ അവിടെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളിവിടെ ആദ്യം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോണ്ട് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യായിരുന്നു. അപ്പം എന്റെ സുപ്പീരിയർ അപ്പൊ ഒരു ക്ലിയർ ചെയ്യാൻ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മനസ്സിലായി സാർ, മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ സാർ. സാർ എന്തിനാ എന്റെ അടുത്ത് സോറി പറയുന്നത്? കുഴപ്പമില്ല, എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ സാർ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്.
ഞാൻ ആ ഒരു മെന്റൽ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് സാർ അങ്ങനെ സംസാരിച്ചത്. അത് സാറിന് കുഴപ്പമില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ സാറിന്റെ അടുത്ത് ഞാൻ സോറി അല്ല ചോദിക്കും. ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഇല്ല 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 സാറ് കാരണം ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ സാർ. ഞാനപ്പോ ആ ഒരു ഓക്കെ ഓക്കെ കുഴപ്പമില്ല. ഓക്കെ സാർ ശരി. മറ്റേ സാർ എവിടെ സാർ? അതെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, എനിക്ക് അപ്പൊ പെട്ടെന്ന് ഒരു സംഭവം ഇല്ല അത് സാർ എന്തെങ്കിലും വിഷമായെങ്കിൽ സോറി കേട്ടോ. ഇല്ല കുഴപ്പമില്ല, വിഷമമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്, കാരണം എൻ്റെ ഇതില് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഷുവർ ആയിട്ട് അത് പറഞ്ഞത് സാറിനോട്. കുഴപ്പമില്ല. അത് പല രീതിയിൽ നമുക്ക് സിറ്റിയിൽ പ്രശ്നങ്ങളുള്ള മനസ്സിലായോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നോവിന്റെ പുറത്ത് സംഭവിച്ചതാ. മനസ്സിലായി. അപ്പൊ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇല്ല. അപ്പൊ സാർമാര് ശരി, ഞാൻ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ ഓക്കെ ശരി കാണാം. ശരി സാർ ശരി. സ്നേഹം മാത്രം. അതെ അപ്പുക്കുട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എവിടെയാണെന്തോ കാര്യം ഒരു പാവങ്ങളാ, പക്ഷെ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താ കുനിഞ്ഞിരിക്കുന്നത്? ഹലോ അപ്പുക്കുട്ട, ഞങ്ങളെവിടെ? ഞാനത് അവിടെ മറ്റേ ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുക. നീ എവിടെ? ട്രക്കാ? അപ്പുക്കുട്ട എന്താ ട്രക്ക് ഓടിക്കുന്നത്? അയ്യേ, പെട്രോൾ പമ്പിൽ പൈസ ഉണ്ടാക്കണ്ട, അതിന് വേണ്ടിട്ടാ. പൈസ അപ്പുക്കുട്ട നിങ്ങള് ജോലി കയറിയോ? ഇല്ല ഇത് വെറുതെ ഓടുന്ന. വെറുതെ ഓടുന്നാണേ അപ്പുക്കുട്ട ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്തെങ്കിലും വെറുതെ വണ്ടി എവിടെ? ലൊക്കേഷൻ പറ, ഞാൻ വരാം അങ്ങോട്ട്. അറിയാണ്ട് ഷാനെ വിളിച്ചു വന്നു ഗൈസ്. ഇയാളടുത്ത് സംസാരിച്ചു. അപ്പുക്കുട്ട അവിടെ തന്നോ? ഇപ്പൊ വരും 100-110 ഇപ്പൊ നമ്മളവിടെ. അല്ല അത്രയാണ് നമ്പർ, അത്രയൊന്നും മറന്നുപോയി. 50-16 പോസ്റ്റലില്ലല്ലോ. 50-16 50-96 50-16